ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ സമ്പൂർണ്ണമായിട്ടുള്ള ജീവിതകഥ പറയുന്ന ഈ സീരീസിൻ്റെ രണ്ടാമത്തെ ഭാഗത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യ ഭാഗം കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് പരിശോധിച്ചിട്ട് തുടർന്നുള്ള ഭാഗങ്ങൾ കാണാവുന്നതാണ്. കഥ ഇതുവരെ എന്തായെന്ന് നമുക്കൊന്ന് നോക്കാം. കഴിഞ്ഞ ഭാഗത്ത് ഞാൻ പറഞ്ഞിരുന്നത് മെലേവയെക്കുറിച്ചാണ്, അതായത് ഐൻസ്റ്റീൻ്റെ രണ്ടാമത്തെ കാമുകി. ആ രണ്ടാമത്തെ കാമുകി ഐൻസ്റ്റീനെ ഭയന്ന് ഇപ്പോൾ ഹൈഡൽബർഗ് യൂണിവേഴ്സിറ്റിയിലാണ്. അവിടെ നിന്ന് കഴിഞ്ഞാൽ അവർക്ക് ഡിഗ്രി കരസ്ഥമാക്കാൻ സാധിക്കുകയില്ല, കാരണം അവളൊരു സ്ത്രീയാണ്. സ്ത്രീക്ക് ആ കാലഘട്ടത്തിൽ ഡിഗ്രി സ്വന്തമാക്കാൻ സാധിക്കുന്നത് ഐൻസ്റ്റീനുള്ള സൂറിച്ച് പോളിടെക്നിക്കിൽ മാത്രമാണ്. അവിടേക്ക് മടങ്ങിപ്പോകാൻ അവൾക്ക് ഭയമാണ്, കാരണം അവിടേക്ക് മടങ്ങിപ്പോയാൽ ഐൻസ്റ്റീനെ കാണേണ്ടി വരുന്നതാണ്. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അവൾക്ക് അവളുടെ പ്രണയം മറച്ചു വയ്ക്കാൻ സാധിക്കുന്നതല്ല. ഐൻസ്റ്റീനും അവളോട് വലിയ രീതിയിലുള്ള പ്രണയം തന്നെയാണ്. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോവുകയാണ്. ആ സന്ദർഭത്തിൽ ഐൻസ്റ്റീന് ധാരാളമായി കത്തുകൾ ലഭ്യമാകുമായിരുന്നു. ചിലപ്പോഴൊക്കെ പ്രണയ സമ്മാനങ്ങളും ലഭ്യമാകുമായിരുന്നു. മറിയാണ് ഈ പ്രണയ സമ്മാനങ്ങളൊക്കെ ഐൻസ്റ്റീൻ സമ്മാനിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിനൊക്കെ മറുപടി നൽകാൻ പോലും ഐൻസ്റ്റീൻ കൂട്ടാക്കുന്നില്ല. ശരിക്കും ഐൻസ്റ്റീന് ഭയമായിരുന്നു. തനിക്ക് താല്പര്യമില്ല, ഈ ഒരു പ്രണയം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല എന്ന രീതിയിൽ ഒരു കത്ത് അവൾക്ക് അയച്ചു കൊടുക്കുകയാണെങ്കിൽ അവളത് ഏത് രീതിയിലായിരിക്കും എടുക്കുക? അവൾ അത് വലിയ രീതിയിൽ തകർക്കുന്നതായിരിക്കും. അവസാനമായിട്ട് അവളെ പിരിഞ്ഞു പോകുമ്പോൾ അവളോട് അവൻ പറഞ്ഞ ഒരു വാക്കുണ്ട്. ഞാനൊരു സമവാക്യം കണ്ടുപിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സമയത്തെ പിടിച്ചു നിർത്താൻ സാധിക്കുന്ന, സമയത്തെ ഫ്രീസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സമവാക്യം. സമയത്തെ അങ്ങനെ ഫ്രീസ് ചെയ്ത് കാണാൻ ആഗ്രഹിക്കുമ്പോഴൊക്കെ നിന്നെ വന്ന് കാണുമെന്നാണ് അവളോട് പറഞ്ഞിരുന്നത്. ഇപ്പോൾ എന്താണ് മറുപടി കൊടുക്കുക? വലിയ പ്രതിസന്ധിയിൽ തന്നെയാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ. അങ്ങനെ ഇരിക്കെയാണ് മെലേവ രണ്ടും കൽപ്പിച്ച് തിരികെ മ്യൂറിച്ച് പോളിടെക്നിക്കിലേക്ക് എത്തിച്ചേരുന്നത്. അവളെ സംബന്ധിച്ചിടത്തോളം ഒരു സയൻറ്റിസ്റ്റ് ആവുക എന്നതാണ് അവളുടെ ഏറ്റവും വലിയ ലക്ഷ്യം. അതിന് അവൾ സൂറിച്ച് സർവകലാശാലയിൽ എത്തിച്ചേർന്നേ മതിയാവുകയുള്ളൂ. ഐൻസ്റ്റീൻ അവളെ കാണുന്നത് അവിടുത്തെ ലൈബ്രറിയുടെ മുൻപിൽ വെച്ചാണ്. മെലേവ അവനെ കാണുന്നില്ല. മെലേവ ആ ലൈബ്രറിയുടെ ഉള്ളിലേക്ക് കടന്നു പോവുകയാണ്. ഐൻസ്റ്റീൻ നിന്ന സ്ഥലത്തു നിന്നും അതിവേഗതയിൽ ആ ലൈബ്രറി ലക്ഷ്യമാക്കി ഓടാൻ തുടങ്ങി. ഓടി ലൈബ്രറിയുടെ ഉള്ളിൽ പ്രവേശിച്ചു. അവിടെ അതിസുന്ദരിയായിട്ട് കാണപ്പെടുന്നുണ്ട് മെലേവ. മെലേവ അത്ര സുന്ദരിയായിട്ടുള്ളൊരു പെൺകുട്ടിയൊന്നും ആയിരുന്നില്ല മറ്റ് പലരുടെയും കണ്ണിൽ. പക്ഷേ ഐൻസ്റ്റീൻ്റെ കണ്ണിൽ ലോകത്തിലെ ഏറ്റവും വലിയ സുന്ദരി അത് മെലേവയാണ്. അവളുടെ അത്രയധികം ഉയർന്ന തലത്തിലുള്ള ബുദ്ധിശക്തിയാണ് അവനെ അവളിലേക്ക് ആകർഷിക്കുന്നത്. കോറിഡോറിൽ അങ്ങേയറ്റത്തായിട്ട് നിൽക്കുന്ന ആൽബർട്ട് ഐൻസ്റ്റീനെ മെലേവ അപ്പോഴാണ് കാണുന്നത്. മെലേവയ്ക്ക് അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയുകയില്ലായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങി ഓടണോ, സൂറിച്ച് പോളിടെക്നിക്ക് തന്നെ വിട്ട് വേറെ രാജ്യത്തേക്ക് പോകണോ, ഹൈഡൽബർഗിലേക്ക് തിരികെ പോകണോ, അതോ സെർബിയയിലേക്ക് മടങ്ങി പോകണോ? എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ ചലനമറ്റ് ഐൻസ്റ്റീനെ തന്നെ നോക്കി നിൽക്കുകയാണ്. ഐൻസ്റ്റീൻ മന്ദമായി അവളുടെ അടുത്തേക്ക് നടന്നു വരുന്നുണ്ട്. അവൻ്റെ നോട്ടം മുഴുവനും അവളിലേക്ക് തന്നെയായിരുന്നു. ആ ഭാഗത്ത് മറ്റാരും തന്നെ ഉണ്ടായിരുന്നില്ല. അതൊരു ഇടുങ്ങിയ ഇടനാഴിയായിരുന്നു. ആ ഇടനാഴിയുടെ രണ്ട് വശങ്ങളിലായിട്ടും വലിയ ഉയരത്തിലുള്ള ബുക്ക് ഷെൽഫുകൾ ധാരാളമായി ഉണ്ടായിരുന്നു. ആ പുസ്തകങ്ങളുടെ ഇടയിലൂടെ പ്രകാശം നേരിയ അളവിൽ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നുമുണ്ട്. വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. ആ സിറ്റുവേഷനിലൂടെ ഐൻസ്റ്റീൻ പതിയെ നടന്ന് അവളുടെ അരികിലേക്ക് എത്താൻ തുടങ്ങി. പതിയെ അവൾ കണ്ണുകൾ അവനിൽ നിന്നും മാറ്റി. അവൾക്ക് അവിടെ നിന്നും ഒന്ന് ഓടി രക്ഷപ്പെടണമെന്നുണ്ട്, പക്ഷേ അവളുടെ കാലുകൾ ചലിക്കുന്നില്ല. ഐൻസ്റ്റീൻ വളരെ അടുത്തേക്ക് എത്തിയപ്പോൾ അവൾ വളരെ മന്ദമായി സംസാരിക്കാൻ തുടങ്ങി. എൻ്റെ അരികിലേക്ക് വരരുത്, ഞാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് നിന്നെ കാണാൻ വേണ്ടിയല്ല. എനിക്ക് നിന്നെ കാണേണ്ട ആവശ്യമില്ല. എനിക്ക് പഠിച്ചാൽ മതി. എനിക്കൊരു ഗവേഷകയാകണം. അതാണ് എൻ്റെ ജീവിത ലക്ഷ്യം. ഐൻസ്റ്റീൻ അപ്പോഴേക്കും അവളുടെ തൊട്ടരികിൽ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. രണ്ട് കൈകൾ കൊണ്ടും ഐൻസ്റ്റീൻ അവളെ ചേർത്ത് പിടിച്ചു. അവൾക്ക് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല. നിനക്ക് നീ ആഗ്രഹിക്കുന്ന പോലുള്ള ഒരു ഗവേഷകയാകാം. അതിനുവേണ്ട പൂർണ്ണ പിന്തുണയും എൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കും. നമുക്ക് ഒന്നിച്ച് കൈ ചേർത്ത് പിടിച്ച് ഈ ശാസ്ത്ര ലോകത്തിൻ്റെ ഇടനാഴിയിലൂടെ സഞ്ചരിക്കാം. ഗണിതശാസ്ത്രങ്ങൾ നമുക്ക് പുതുതായി എഴുതി ചേർക്കാം. നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ശാസ്ത്രം തന്നെ നിർമ്മിച്ചെടുക്കാം. നമുക്ക് ഒന്നിച്ച് താമസിക്കാം. അവിടെ അവരുടെ പ്രണയം പൂവിടുകയാണ്. അവർ പിന്നീട് ഒന്നിച്ചാണ് താമസിക്കുന്നത്. ഐൻസ്റ്റീൻ്റെ മുറിയിൽ നിന്നും മെലേയുടെ മുറിയിൽ നിന്നും വെളിയിലേക്ക് ചാടി. അവർ രണ്ടുപേരും സ്വന്തമായിട്ട് ഒരു മുറിയെടുത്ത് അവിടെ താമസവും ആരംഭിച്ചു. പിന്നീടുള്ള ദിവസങ്ങൾ പ്രണയത്തിൻ്റെ ദിവസങ്ങളായിരുന്നു. ഐൻസ്റ്റീനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ രണ്ടാമത്തെ പ്രണയമായിരുന്നുവെങ്കിൽ മെലേവയ്ക്ക് അത് ആദ്യത്തെ പ്രണയമാണ്.
അവളുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കുന്ന ആദ്യത്തെ പുരുഷനാണ്. ശരിക്കും ക്ലാസ്സിൽ പോകാൻ പോലും അവർക്ക് തോന്നുമായിരുന്നില്ല. സകല സമയവും അവർ ആ മുറിയിൽ തന്നെ ചെലവഴിച്ചു. എല്ലായ്പ്പോഴും അവർ പാട്ടുകൾ പാടുമായിരുന്നു. അവൾ ഉറക്കെ ശാസ്ത്ര പുസ്തകങ്ങൾ വായിക്കുമായിരുന്നു. അതിൽ പരസ്പരം തർക്കിക്കുമായിരുന്നു. അവർ ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചേരുമായിരുന്നു. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോവുകയാണ്. അവരുടെ ആ കലാലയ ജീവിതം അവസാനിക്കാൻ പോവുകയാണ്. അവസാനത്തെ പരീക്ഷയ്ക്ക് ഇനി ഏതാനും ആഴ്ചകൾ മാത്രമാണ് ബാക്കി. രണ്ടുപേരും കാര്യമായിട്ട് ഒന്നും തന്നെ പഠിച്ചിട്ടില്ല. പക്ഷേ അവർക്ക് രണ്ടുപേർക്കും വിശ്വാസമുണ്ട് അവർക്കത് പഠിച്ചെടുക്കാൻ സാധിക്കുമെന്ന്. അങ്ങനെ ഇരിക്കെയാണ് മെലേവ ചില കത്തുകൾ ആ റൂമിൽ നിന്നും കണ്ടെടുക്കുന്നത്. അത് ഐൻസ്റ്റീൻ്റെ പഴയ പ്രണയത്തിൻ്റെ കത്തുകളായിരുന്നു. ഐൻസ്റ്റീൻ അയച്ച കത്തുകളല്ല, മറി ഇങ്ങോട്ട് അയച്ചു തന്നിരിക്കുന്ന കത്തുകൾ. ആ കത്തിൽ പലതും ഈ അടുത്തിടയ്ക്ക് ലഭ്യമായിട്ടുള്ള കത്തുകളാണ്. അതിൽ മുഴുവനും മറിയുടെ പ്രണയമായിരുന്നു. അതിൽ നിന്നും അവൾക്ക് വ്യക്തമായി മെലേവയുമായിട്ടുള്ള പ്രണയത്തെക്കുറിച്ച് അല്ലെങ്കിൽ അവരുടെ ഒന്നിച്ചുള്ള ഈ ഒരു ജീവിതത്തെക്കുറിച്ച് ഐൻസ്റ്റീൻ മറിയെ അറിയിച്ചിട്ടില്ല. അയാൾ ഇപ്പോഴും അവളുമായിട്ടുള്ള പ്രണയം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. താനൊരു വലിയ ചതിയിൽ വന്ന് പെട്ടിരിക്കുകയാണ്. അയാൾക്ക് കുറച്ചുനാൾ ഒരു പെണ്ണിനെ ആവശ്യമുണ്ടായിരുന്നു. ആ പെണ്ണ് മാത്രമാണ് ഞാൻ. ഈ കലാലയ ജീവിതം കഴിഞ്ഞാൽ അവളെ ഉപേക്ഷിച്ച് മറിയുടെ അടുത്തേക്ക് മടങ്ങിപ്പോകും ഐൻസ്റ്റീൻ. അവൾക്ക് അതിൽ ബോധ്യമുണ്ടായിരുന്നു. പക്ഷേ സത്യാവസ്ഥ അങ്ങനെ ആയിരുന്നില്ല. കത്തുകൾ നിരവധി ലഭ്യമായിക്കൊണ്ടേയിരുന്നു. പക്ഷേ ഒരു കത്തിന് പോലും ഐൻസ്റ്റീൻ മറുപടി കൊടുക്കുമായിരുന്നില്ല. അയാൾക്ക് മറുപടി കൊടുക്കാൻ ഭയമായിരുന്നു. പക്ഷേ വലിയൊരു കലഹം തന്നെയാണ് അവിടെ നടന്നത്. ഐൻസ്റ്റീന് കാര്യങ്ങൾ വിശദീകരിക്കാനുള്ള ഒരു അവസരം പോലും ഉണ്ടായില്ല. ഐൻസ്റ്റീന് ഇവിടെ വലിയ രീതിയിലുള്ള ഒരു കുറ്റബോധം തന്നെയാണ് ഉണ്ടാകുന്നത്. മറിയെ കാര്യങ്ങൾ വ്യക്തമായിട്ട് തന്നെ കത്തിലൂടെ എഴുതി അറിയിക്കേണ്ടതായിരുന്നു. പക്ഷേ അതിന് സാധ്യമായിരിക്കുന്നില്ല. ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. നീ കാരണമാണ് എനിക്ക് എക്സാം നന്നായി എഴുതാൻ പറ്റാതെ പോകുന്നത്. നിന്നെ വിശ്വസിച്ചാണ് ഈ മുറിയിലേക്ക് ഒന്നിച്ചുള്ള താമസത്തിലേക്ക് ഞാൻ എത്തിപ്പെട്ടത്. ഈ പ്രണയത്തിൽ അകപ്പെട്ടത് നിന്നോടുള്ള വിശ്വാസം ഒന്നുകൊണ്ട് മാത്രമാണ്. നീ എന്നെ ചതിച്ചു. എനിക്ക് ഈ എക്സാം പാസ്സാകുമെന്നുള്ള ഒരു വിശ്വാസവുമില്ല. പക്ഷേ ഇനി ഇത് തുടർന്ന് പോകാൻ സാധിക്കുകയില്ല. നിന്നെ ഞാൻ അത്രയധികം വെറുക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് മെലേവ അവിടെ നിന്നും ഇറങ്ങിപ്പോവുകയാണ്. ഐൻസ്റ്റീൻ അധികം വൈകാതെ തന്നെ ഒരു കത്ത് മറിയയുടെ വീട്ടിലേക്ക് അയക്കുന്നുണ്ട്. പക്ഷേ അത് മറിയയ്ക്കല്ല അയക്കുന്നത്. മറിയുടെ അച്ഛനായ ഐൻസ്റ്റീൻ്റെ അങ്കിളായ യാക്കൂബിനാണ് കത്ത് അയക്കുന്നത്. ആ കത്തിൽ അയാൾ വ്യക്തമായി തന്നെ പറഞ്ഞിരുന്നു തൻ്റെ ഇഷ്ടത്തിനെക്കുറിച്ച്. തനിക്ക് മറിയുമൊത്ത് ജീവിക്കാൻ സാധിക്കുന്നതല്ല. അവൾ അതിസുന്ദരിയായിട്ടുള്ളൊരു പെൺകുട്ടി തന്നെയാണ്. അവളെ സ്നേഹിക്കാൻ എല്ലാവർക്കും താല്പര്യവും ഉണ്ടായിരിക്കുന്നതാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കൂടെ ജീവിക്കുന്ന വ്യക്തി അത് ശാസ്ത്രത്തെ വളരെയധികം സ്നേഹിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കണം. ഞങ്ങൾക്ക് പരസ്പരം ശാസ്ത്രത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ സാധ്യമാകണം. പക്ഷേ മറിയുമായിട്ട് അത്തരത്തിലുള്ള ചർച്ചകളൊന്നും തന്നെ സാധ്യമാകുന്നില്ല. ഞങ്ങൾ രണ്ടുപേരും രണ്ട് വേവ് ലെങ്തിലുള്ള വ്യക്തികളാണ്. അതുകൊണ്ട് ഒരിക്കലും ഇത് സാധ്യമായിട്ടുള്ളൊരു ബന്ധമല്ല. അതിനുശേഷം ഐൻസ്റ്റീൻ നേരെ പോകുന്നത് അയാളുടെ സ്നേഹിതൻ്റെ അടുത്തേക്കാണ്, അയാളുടെ ക്ലാസ്മേറ്റിൻ്റെ അടുത്തേക്കാണ്. ക്ലാസ്മേറ്റിൽ നിന്നും അയാൾ കുറിച്ചെടുത്തിട്ടുള്ള ലെക്ചർ നോട്ടുകൾ ഐൻസ്റ്റീൻ സ്വീകരിക്കുന്നുണ്ട്. അത് മറ്റൊരു പുസ്തകത്തിലേക്ക് എഴുതി വയ്ക്കുകയും ആ പുസ്തകവുമായിട്ട് മെലേവയുടെ അരികിലേക്ക് ഐൻസ്റ്റീൻ പോകുന്നുണ്ട്. മെലേവ ആ സമയത്ത് ലൈബ്രറിയിൽ ഇരുന്നു കൊണ്ട് സ്വന്തമായിട്ട് നോട്ടുകൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഐൻസ്റ്റീൻ ആദ്യം തന്നെ വന്ന് ക്ഷമ ചോദിക്കുന്നുണ്ട്. മറിയയോട് മെലേവയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് പറയാഞ്ഞത് വലിയൊരു തെറ്റ് തന്നെയാണ്. ആ തെറ്റ് ഞാനിപ്പോൾ തിരുത്തിയിരിക്കുകയാണ്. കാര്യങ്ങളെല്ലാം തന്നെയും ഞാൻ അവളെ അറിയിച്ചിട്ടുണ്ട്. ഇനി എൻ്റെ ജീവിതത്തിൽ മെലേവ മാത്രമേ ഉള്ളൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് തൻ്റെ കയ്യിലിരുന്ന പുസ്തകം മെലേവയ്ക്ക് കൊടുക്കുകയാണ്. ഇത് തൻ്റെ സ്നേഹിതൻ്റെ പുസ്തകത്തിൽ നിന്നും ഞാൻ കോപ്പി എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ്. ഈ പുസ്തകം നിനക്ക് വേണ്ടി ഞാൻ എഴുതിയതാണ്. ഇത് നോക്കി പഠിച്ചിട്ട് എക്സാം എഴുതുക. നീ തീർച്ചയായിട്ടും വിജയിക്കും. വിജയിക്കുമെന്ന് മാത്രമല്ല, ഇനിയുള്ള ജീവിതത്തിൽ നീ എൻ്റെ ഒപ്പം ഉണ്ടായിരിക്കണം. നമ്മൾ രണ്ടുപേരും ഒന്നിച്ച് ജീവിക്കും ഇനിയുള്ള ജീവിതകാലം മുഴുവനും. പക്ഷേ മെലേവ ആ പുസ്തകം സ്വീകരിക്കാൻ കൂട്ടാക്കിയില്ല. ഇത്തരത്തിലുള്ള ഒരു ലെക്ചർ നോട്ടിൻ്റെ ആവശ്യം തനിക്കില്ല. താൻ സ്വയം പഠിച്ച് നോട്ട് എഴുതി തന്നെ എക്സാം എഴുതുന്നതാണ്. ഈ എക്സാം വിജയിക്കുമെന്ന് അവൾക്ക് പൂർണ്ണമായിട്ടുള്ള ബോധ്യമുണ്ടെന്നും ഐൻസ്റ്റീനെ ബോധ്യപ്പെടുത്തി. ഐൻസ്റ്റീൻ്റെ ക്ഷമാപണം അവൾ സ്വീകരിക്കുന്നുണ്ട്. കാരണം അവൾക്ക് ഐൻസ്റ്റീനെ ഒരിക്കലും മറക്കാൻ സാധിക്കുന്നതല്ല. അവളുടെ ജീവിതത്തിൽ അവളുടെ പിതാവിന് ശേഷം അവളുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേർന്ന ഒരേ ഒരു പുരുഷൻ അത് ഐൻസ്റ്റീനാണ്. തുടർന്നുള്ള ജീവിതത്തിലും അങ്ങനെ തന്നെ ആയിരിക്കണമെന്ന് അവൾ വാശി പിടിക്കുന്നുമുണ്ട്. അധിക നാൾ വൈകിയില്ല, അവരുടെ എക്സാമിൻ്റെ ദിനമെത്തി. രണ്ടുപേരും നന്നായി തന്നെ എക്സാം എഴുതിയിട്ടുണ്ടെന്നാണ് അവർ വിശ്വസിക്കുന്നത്. പക്ഷേ വലിയ മാർഗമൊന്നും അവർ പ്രതീക്ഷിക്കുന്നില്ല.
ആ ഒരു യൂണിവേഴ്സിറ്റിയിൽ അവരുടെ എൻട്രൻസ് എക്സാം എഴുതിയപ്പോൾ ഏറ്റവും ഉയർന്ന മാർക്ക് വാങ്ങിയത് മെലേവി ആയിരുന്നു. 2ാം സ്ഥാനത്ത് വന്നത് ഐൻസ്റ്റീൻ ആയിരുന്നു. പക്ഷേ ഇത്തവണ അവർക്ക് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട്, 1ാം സ്ഥാനമോ 2ാം സ്ഥാനമോ ഒന്നും അവർക്ക് ലഭ്യമാവുകയില്ല. പക്ഷേ 2 പേരും വിജയിക്കുമെന്ന് അവർ അടിയുറച്ചു തന്നെ വിശ്വസിച്ചു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അവർ യൂണിവേഴ്സിറ്റിയിൽ തന്നെ ഇരിക്കുകയായിരുന്നു. യൂണിവേഴ്സിറ്റിയിലെ വരാന്തയിൽ ഇരുന്നു കൊണ്ട് അവർ 2 പേരും പരസ്പരം സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. വരാൻ പോകുന്ന ദിവസങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ തന്നെ ആയിരുന്നു. ഇതിനിടയിലാണ് പ്രൊഫസർ വെബർ അവരുടെ അരികിലൂടെ കടന്നു പോകുന്നത്. ഇവർ 2 പേരെയും കണ്ടപ്പോൾ വെബർ അവിടെ നിൽക്കുന്നുണ്ട്. ഐൻസ്റ്റീന് നേരെയാണ് അയാൾ നോക്കുന്നത്. നിങ്ങളുടെ റിസൾട്ട് ഇപ്പോൾ തന്നെ പബ്ലിഷ് ചെയ്യുന്നതാണ്. ഐൻസ്റ്റീൻ പാസ്സായിട്ടുണ്ട്, പക്ഷേ വലിയ മാർക്കൊന്നും പ്രതീക്ഷിക്കേണ്ട, കഷ്ടിച്ച് പാസ് മാർക്ക് കിട്ടിയിട്ടേ ഉള്ളൂ. ഇത്രയും പറഞ്ഞതിന് ശേഷം മെലേവെ ഒട്ടും തന്നെ നോക്കാതെ അയാൾ അവിടെ നിന്ന് നടന്നു പോവുകയായിരുന്നു. മെലേവയ്ക്ക് കാര്യങ്ങൾ ഏതാണ്ട് ബോധ്യമായി. അവളുടെ കണ്ണുകൾ നിറഞ്ഞ് കവിയാൻ തുടങ്ങി. ഐൻസ്റ്റീനോട് പാസ്സായി എന്ന് പറഞ്ഞു, തന്നോടൊന്നും തന്നെ പറഞ്ഞിട്ടില്ല. അതിൻ്റെ അർത്ഥം താൻ പാസ്സായിട്ടില്ല എന്നാണ്. അവൾ പൊട്ടിക്കരയുകയാണ്. കാരണം ഇതവളുടെ സ്വപ്നമാണ്, അവളുടെ ജീവിതമാണ്. ജീവിത ലക്ഷ്യമാണ് ഒരു ശാസ്ത്രജ്ഞ ആവുക എന്നുള്ളത്. അത് ഇവിടെ തകരുകയാണോ? ഐൻസ്റ്റീൻ അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. വിചാരിച്ചതുപോലെ തന്നെ ആയിരുന്നു കാര്യങ്ങൾ. അവൾക്ക് പാസ് മാർക്ക് കരസ്ഥമാക്കാൻ സാധ്യമായില്ല. പിന്നീട് 3 മാസങ്ങൾ കഴിഞ്ഞു. 3 മാസങ്ങൾക്ക് ശേഷം ഒരു ട്രെയിൻ സെർബിയയുടെ ഗ്രാമങ്ങളിലൂടെ കടന്നു പോവുകയാണ്, ചൂളം വിളിച്ചുകൊണ്ട്. ഒടുവിൽ ഒരു പഴകിയ റെയിൽവേ സ്റ്റേഷൻ്റെ മുൻപിൽ ആ ട്രെയിൻ വന്ന് നിൽക്കുന്നുണ്ട്. അതിൽ നിന്നും വളരെയധികം വിഷമത്തോടു കൂടി തന്നെ ഒരു പെൺകുട്ടി, ഒരു സെർബിയൻ യുവതി മുടന്തി ട്രെയിനിന് വെളിയിലേക്ക് ഇറങ്ങുന്നുണ്ട്. അവൾ വെളിയിലേക്ക് ഇറങ്ങി പ്ലാറ്റ്ഫോമിൽ അവൾക്ക് 1 രൂപ മാത്രമേ കാണാൻ സാധിക്കുമായിരുന്നുള്ളൂ. തൻ്റെ ടെലഗ്രാം ലഭിച്ച് അവിടേക്ക് തന്നെ സ്വീകരിക്കാൻ എത്തിച്ചേർന്നിരിക്കുന്ന തൻ്റെ പിതാവ്, പ്രിയപ്പെട്ട പിതാവ് അവളുടെ അരികിലേക്ക് പതിയെ നടന്നു വന്നു. വളരെ സന്തുഷ്ടനാണ്. തൻ്റെ മകളെ വളരെയധികം ദിവസങ്ങൾക്ക് ശേഷമാണ് അയാൾ കാണുന്നത്. അവളുടെ അരികിലെത്തിയപ്പോൾ അവൾ കരയുന്നതായിട്ടാണ് അയാൾക്ക് കാണാൻ സാധിച്ചത്. അച്ഛാ, ഞാൻ തോറ്റുപോയി, എനിക്ക് വിജയിക്കാൻ സാധിച്ചില്ല. പക്ഷേ അച്ഛൻ്റെ മറുപടി ചിരിച്ചുകൊണ്ടായിരുന്നു. ഒരു തവണ പരാജയപ്പെട്ടു എന്ന് കരുതി നീ ജീവിതത്തിൽ പരാജയപ്പെടുന്നില്ല. ഇനിയും അവസരങ്ങളുണ്ട്. അടുത്ത വർഷം വീണ്ടും നിനക്ക് ഈ എക്സാം എഴുതി കിട്ടാതെ പോയ പേപ്പറുകൾ എഴുതിയെടുക്കാവുന്നതാണ്. നിൻ്റെ സ്വപ്നങ്ങൾ ഇവിടെ കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. നീ ഒരു ഗവേഷകയായി തന്നെ മാറുന്നതാണ്. ഇത്രയും തന്നെ പറഞ്ഞുകൊണ്ട് മകളെ അയാൾ വാരി പുണരുന്നുണ്ട്. പക്ഷേ വാരി പുണർന്നപ്പോഴാണ് അയാൾക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിച്ചത്. അവർക്കിടയിൽ എന്തോ ഒരു തടസ്സമുണ്ട്. അയാൾ സംശയത്തോടു കൂടി തന്നെ അല്പം പിൻവാങ്ങി. പിന്നെ അവൾക്ക് നേർക്ക് നോക്കി. അവൾ വളരെ കട്ടിയുള്ള ഒരു കോട്ട് ധരിച്ചിട്ടുണ്ട്. ആ കോട്ട് ധരിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ അവിടെ ഒളിഞ്ഞിരുന്ന അവളുടെ വലിപ്പമേറിയ ആ വയറ് കാണാൻ അയാൾക്ക് സാധിച്ചിരുന്നില്ല. വളരെ തണുപ്പുള്ള ഒരു നാടാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വലിയ കോട്ടുകൾ ധരിക്കുന്നത് അവിടെ സാധാരണമായ ഒരു സംഭവം തന്നെയാണ്. അവൾ ആ കോട്ട് പതിയെ വിടർത്തി കാണിച്ചു. അപ്പോൾ അയാൾക്ക് വ്യക്തമായി തന്നെ കാണാം ഗർഭിണിയായിട്ടുള്ള തൻ്റെ മകള്. മാപ്പ് പറഞ്ഞുകൊണ്ട് അവൾ പൊട്ടിക്കരയുകയാണ്. ഈ സമയങ്ങളിലൊക്കെ ഐൻസ്റ്റീൻ തിരക്കിലാണ്. അയാൾ നിരന്തരമായി ജോലിക്ക് അപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പല വ്യത്യസ്തമായിട്ടുള്ള യൂണിവേഴ്സിറ്റികളിലേക്കും അയാൾ അപേക്ഷകൾ അയക്കുന്നുണ്ട്. പക്ഷേ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നും അയാൾക്ക് ഒരു മറുപടി പോലും ലഭ്യമാകുന്നില്ല. പക്ഷേ തൻ്റെ സുഹൃത്തുക്കളിൽ പലർക്കും ജോലി കിട്ടുന്നുണ്ട്. അവരയക്കുന്ന ആപ്ലിക്കേഷന് മറുപടി ലഭ്യമാകുന്നുണ്ട്. അവർക്ക് ഇൻ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. 1-2 ഇൻ്റർവ്യൂകൾക്ക് ശേഷം അവർക്ക് അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് നിയമനം കിട്ടുന്നുമുണ്ട്. പക്ഷേ എല്ലാവർക്കും അങ്ങനെ ജോലി കിട്ടുന്നില്ല. എല്ലാവരും ശ്രമിക്കുന്നില്ല. കാരണം എല്ലാവരും അത്തരത്തിലുള്ള ഒരു തിരക്കിലേക്ക് മാറുന്ന ഒരു സമയമല്ല. 22-23 വയസ്സൊക്കെ പ്രായം മാത്രമേ ഉള്ളൂ. അവർക്ക് ഒരുപാട് സമയമുണ്ട്. പലരും വെക്കേഷനിലാണ്. അവർ ജീവിതം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനൊക്കെ ശേഷം മാത്രം ജോലി മതി എന്ന് ചിന്തിക്കുന്ന ഒരു വലിയ വിഭാഗവുമുണ്ട്. പക്ഷേ ഐൻസ്റ്റീന് ഇവിടെ ജോലി അത്യാവശ്യമാണ്. കാരണം അയാളൊരു പിതാവാകാൻ പോവുകയാണ്. അങ്ങനെ ഇരിക്കെയാണ് ഐൻസ്റ്റീന് ഒരു മറുപടി കത്ത് കിട്ടുന്നത്. ഒരു യൂണിവേഴ്സിറ്റിയിൽ അയാളെ ഇൻ്റർവ്യൂവിന് ക്ഷണിച്ചിരിക്കുകയാണ്. ഇൻ്റർവ്യൂ ഗംഭീരമായിരുന്നു. ഐൻസ്റ്റീനാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത്. ശാസ്ത്രത്തെക്കുറിച്ചും ഗണിതശാസ്ത്രത്തെക്കുറിച്ചും ഇത്ര മനോഹരമായി സംസാരിക്കാൻ സാധിക്കുന്ന മറ്റൊരു വ്യക്തി ഉണ്ടായിരിക്കുകയില്ല. ആ വ്യക്തിയുടെ ഇൻ്റർവ്യൂ തീർച്ചയായിട്ടും ആ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആളുകളെ വലിയ രീതിയിൽ ഇംപ്രസ് ചെയ്യുന്നതാണ്. അത് അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തു. അധികം വൈകാതെ തന്നെ നിങ്ങൾക്കുള്ള അപ്പോയിൻമെൻറ്റ് ലെറ്റർ
ലഭ്യമാകും, അപ്പോൾ വന്ന് ജോയിൻ ചെയ്യുക എന്നുള്ള ഉറപ്പ് കേട്ടിട്ടാണ് ഐൻസ്റ്റീൻ അവിടെ നിന്നും ഇറങ്ങുന്നത്. ഐൻസ്റ്റീൻ ഇപ്പോൾ താമസിക്കുന്നത് ഒരു ചെറിയ കുടിസുമുറിയിലാണ്, ഒരു ചെറിയ അപ്പാർട്ട്മെൻറ്റാണ്, വാടകയ്ക്കുള്ള അപ്പാർട്ട്മെൻറ്റാണ്. എന്നാൽ പലപ്പോഴും അയാൾ ഒളിച്ചാണ് തൻ്റെ മുറിയിലേക്ക് പോകുന്നത്. കാരണം വാടക കൊടുത്തിട്ട് ദിവസങ്ങളാകുന്നു. ഇത്തവണയും അയാൾ രാത്രിയിൽ ഒളിച്ചാണ് അകത്തേക്ക് പോകുന്നത്. അപ്പോഴേക്കും ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് ഏതാനും ആഴ്ചകൾ പിന്നിട്ടിരുന്നു. പക്ഷേ ഇപ്പോഴും അയാൾക്ക് ഒരു മറുപടി കത്ത് ലഭ്യമായിട്ടില്ല. പക്ഷേ ഇത്തവണ പൂർണ്ണമായിട്ടും ഒളിക്കാൻ അയാൾക്ക് സാധ്യമായില്ല. അയാളുടെ വീട്ടുടമ അയാളെ കണ്ടെടുക്കുക തന്നെ ചെയ്തു. അധികം വൈകാതെ തന്നെ തനിക്ക് ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കും, ഒരു ഇൻ്റർവ്യൂ ലെറ്ററിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്, അത് കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ഞാൻ വാടക കുടിശ്ശിക പൂർണ്ണമായിട്ടും തന്നു തീർക്കാമെന്ന് ഐൻസ്റ്റീൻ ഉറപ്പ് കൊടുക്കുന്നുണ്ട്. എങ്കിൽ ഒരുപക്ഷെ ഈ കത്ത് നിങ്ങളുടെ അപ്പോയിൻമെൻറ്റ് ഓർഡർ ആയിരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ത്രീ അയാൾക്ക് ഒരു കത്ത് കൊടുക്കുന്നു. കത്ത് തുറന്ന് വായിക്കുമ്പോൾ അയാൾക്ക് വലിയ രീതിയിലുള്ള സന്തോഷമായിരുന്നു. പക്ഷേ അതിൻ്റെ അവസാന ഭാഗങ്ങൾ ഒരു കാര്യം വ്യക്തമായിട്ട് പരാമർശിച്ചിട്ടുണ്ട്: റെക്കമെൻഡേഷൻ ലെറ്റർ. അതായത് ഒരു അധ്യാപകന് ആ സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ ജോലി കൊടുക്കണമെങ്കിൽ അയാൾ മുൻപ് പ്രവർത്തിച്ചിരുന്ന യൂണിവേഴ്സിറ്റിയിലെ അല്ലെങ്കിൽ അയാൾ മുൻപ് പഠിച്ചിരുന്ന യൂണിവേഴ്സിറ്റിയിലെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് ഒരു റെക്കമെൻഡേഷൻ ലെറ്റർ കൊടുക്കണം. അയാൾ പഠിത്തത്തിൽ മിടുക്കനായിരുന്നു, അയാളുടെ സ്വഭാവം നല്ലതായിരുന്നു എന്ന രീതിയിലുള്ള ഒരു കത്ത്. അത്തരത്തിലുള്ള ഒരു കത്ത് വെബർ അയച്ചു കൊടുത്തിട്ടില്ല. ആ കത്ത് എത്രയും പെട്ടെന്ന് ലഭ്യമാക്കുക, അതിനുശേഷം അപ്പോയിൻമെൻറ്റ് ഓർഡർ ലഭ്യമാകുമെന്നാണ് ആ കത്തിൽ പരാമർശിച്ചിരിക്കുന്നത്. അധികം വൈകിയില്ല, അടുത്ത ദിവസം രാവിലെ തന്നെ സൂറിച്ച് പോളിടെക്നിക്കിലേക്ക് പുറപ്പെടുകയാണ് ഐൻസ്റ്റീൻ. അവിടെ ചെന്ന് വെബറിനെ കണ്ടു കാര്യങ്ങൾ ധരിപ്പിച്ചു. അപ്പോൾ വെബർ ഒരു കത്ത് ചൂണ്ടി ഐൻസ്റ്റീനെ കാണിക്കുന്നുമുണ്ട്. ഐൻസ്റ്റീൻ്റെ പിതാവ് അയച്ചു കൊടുത്ത ഒരു റെക്കമെൻഡേഷൻ ലെറ്ററാണ്. ഐൻസ്റ്റീന് ഒരു ജോലി കിട്ടുന്നതിന് ആവശ്യമായിട്ടുള്ള റെക്കമെൻഡേഷൻ ലെറ്റർ അയക്കണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു അഭ്യർത്ഥനയായിരുന്നു അത്. അത് കണ്ടപ്പോൾ ഐൻസ്റ്റീന് വലിയ രീതിയിലുള്ളൊരു വിഷമമാണ് തോന്നിയത്. പിതാവ് തീർച്ചയായിട്ടും ഐൻസ്റ്റീനെ സ്നേഹിക്കുന്നുണ്ട്, ആ സ്നേഹം ആ ലെറ്ററിലൂടെ മനസ്സിലാക്കാം. പക്ഷേ ഇവിടെ വലിയ രീതിയിലുള്ള ഒരു നാണക്കേടാണ് ഐൻസ്റ്റീന് സംഭവിച്ചിരിക്കുന്നത്. കാരണം അത്തരത്തിലുള്ള ഒരു റെക്കമെൻഡേഷൻ ലെറ്റർ വേണമെന്ന് പറഞ്ഞുകൊണ്ട് പിതാവ് ഒരു കത്ത് കൊടുക്കുക എന്ന് പറയുന്നത് അത് ഐൻസ്റ്റീൻ്റെ കഴിവിനെ കുറച്ച് കണ്ടുകൊണ്ടുള്ള ഒരു കത്താണ്. അപ്രകാരമാണ് ഐൻസ്റ്റീൻ അതിനെ നോക്കിക്കാണുന്നത്. വെബറും അതിന് വലിയ രീതിയിലുള്ള ഒരു വിലയൊന്നും കൊടുക്കുന്നില്ല. കാരണം ഒരു പിതാവിൻ്റെ അഭ്യർത്ഥന കേട്ടിട്ട് വേണോ ഒരു പ്രൊഫസർ ഒരു റെക്കമെൻഡേഷൻ ലെറ്റർ കൊടുക്കാൻ? തൊട്ടടുത്ത നിമിഷം തന്നെ വെബറിൽ നിന്ന് ഞെട്ടിക്കുന്ന ചില വാർത്തകളാണ് ഐൻസ്റ്റീന് കേൾക്കേണ്ടി വന്നത്. ആദ്യമായിട്ടല്ല ഐൻസ്റ്റീനുമായി ബന്ധപ്പെട്ട് ഒരു കത്ത് വെബറിന് ലഭ്യമാകുന്നത്. ഒരുപാട് യൂണിവേഴ്സിറ്റികളിൽ നിന്നും കത്തുകൾ ലഭ്യമായിക്കൊണ്ടേയിരിക്കുകയാണ്. എല്ലാവർക്കും വേണ്ടത് വെബറിൻ്റെ ഒരു റെക്കമെൻഡേഷൻ ലെറ്ററാണ്. എങ്കിൽ മാത്രമേ ഐൻസ്റ്റീനെ അവിടേക്ക് ഇൻ്റർവ്യൂവിന് വേണ്ടി അവർ ക്ഷണിക്കുകയുള്ളൂ. ഐൻസ്റ്റീൻ അത് സഹിക്കാൻ സാധിക്കുമായിരുന്നില്ല. താൻ ഇത്രയും നാളും ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, എന്തുകൊണ്ടാണ് ഇൻ്റർവ്യൂവിന് ആരും തന്നെ വിളിക്കാതിരിക്കുന്നത്? തൻ്റെ ഒപ്പം പഠിച്ച എല്ലാവർക്കും ഇൻ്റർവ്യൂ ധാരാളമായിട്ട് അറ്റൻഡ് ചെയ്യാനുള്ള അവസരം ലഭ്യമാകുന്നുണ്ട്. ഐൻസ്റ്റീൻ ഉറപ്പായിരുന്നു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്താൽ ആ ജോലി കൊണ്ട് മാത്രമേ അയാൾ തിരികെ പോവുകയുള്ളൂ എന്ന്. പക്ഷേ ആ ഇൻ്റർവ്യൂവിന് ക്ഷണിച്ചുകൊണ്ടുള്ള ലെറ്ററുകളൊക്കെ അയാളിലേക്ക് എത്തിച്ചേരാതിരിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണക്കാരൻ അത് വെബറാണ്. വെബർ ഒരു റെക്കമെൻഡേഷൻ ലെറ്ററും അയച്ചു കൊടുത്തിട്ടില്ല. അങ്ങനെ കൊടുത്തിരുന്നെങ്കിൽ അയാൾക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാമായിരുന്നു, ജോലിയും ലഭ്യമാകുമായിരുന്നു. ഐൻസ്റ്റീൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ചെയ്യാതിരുന്നത്? വ്യക്തമായിട്ടുള്ളൊരു മറുപടി തന്നെ ഉണ്ടായിരുന്നു വെബറിൻ്റെ പക്കൽ. വെബർ ഒരുപാട് നാണം കേട്ടിട്ടുണ്ട്. പലപ്പോഴും ക്ലാസ്സുകൾ എടുക്കുമ്പോൾ വിദ്യാർത്ഥികളുടെ മുൻപിൽ വെച്ച് വെബർ പറയുന്നതൊക്കെ തെറ്റാണ്, അത് ഇങ്ങനെയല്ല, അല്ലെങ്കിൽ ഈ രീതിയിലല്ല അതിനെ അപ്രോച്ച് ചെയ്യേണ്ടതെന്നൊക്കെ ഐൻസ്റ്റീൻ പരാമർശിച്ചിട്ടുണ്ട്. വെബർ പറയുന്നത് ഒന്നും തന്നെ ചെവിക്കൊള്ളാൻ ഐൻസ്റ്റീൻ കൂട്ടാക്കിയിരുന്നില്ല. ഒരു പ്രൊഫസറിന് നൽകേണ്ട ബഹുമാനം പോലും ഐൻസ്റ്റീൻ നൽകിയിട്ടില്ല. ചില സമയങ്ങളിലൊക്കെ പ്രൊഫസർ എന്ന് വിളിക്കാതെ വെബർ എന്ന് പോലും വിളിച്ചിട്ടുണ്ട്. ഇവിടെ ഐൻസ്റ്റീൻ വെബർ എന്ന പേര് വിളിച്ചതുകൊണ്ട് നമ്മളിവിടെ മോശമായി ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് ശരിക്കും ഒരു ഡിസ്റെസ്പെക്റ്റ് ഒന്നും അല്ല. നമ്മുടെ നാട് പോലെ അധ്യാപകരെ അവിടെ സാറെന്നോ മേഡമെന്നോ ഒന്നുമല്ല വിളിക്കുന്നത്. അത് ഈ ഒരു കാലഘട്ടത്തിലും അങ്ങനെ തന്നെയാണ്. അവർ പ്രൊഫസറാണെങ്കിൽ പ്രൊഫസർ ചേർത്തിട്ടായിരിക്കും അവരുടെ പേര് വിളിക്കുക, അതായത് പ്രൊഫസർ വെബർ എന്നായിരിക്കും വിളിക്കുക. പക്ഷേ ഐൻസ്റ്റീൻ ചില സമയങ്ങളിലൊക്കെ മിസ്റ്റർ വെബർ എന്നൊക്കെ പരാമർശിച്ചിട്ടുണ്ട്. ആ സമയങ്ങളിലൊക്കെ വെബർ അത് തിരുത്തിയിട്ടുമുണ്ട്. കാരണം പ്രൊഫസറായിട്ടുള്ള ഒരു വ്യക്തിയെ പ്രൊഫസർ എന്ന് തന്നെ ചേർത്ത് വിളിക്കണം. അത് അങ്ങനെ വിളിച്ചില്ലെങ്കിൽ അത് അവർക്കൊരു വിഷമം സൃഷ്ടിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അവിടെ എടുത്ത് വെബർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഐൻസ്റ്റീൻ വളരെ നിരാശയോടുകൂടി തന്നെയാണ് ആ യൂണിവേഴ്സിറ്റിയുടെ പടികൾ ഇറങ്ങുന്നത്.
തന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ജോലി അത്യാവശ്യമാണ്. എന്തെങ്കിലും ഒരു ജോലി കിട്ടിയിട്ട് കാര്യമില്ല. തൻ്റെ ജീവിത ലക്ഷ്യമെന്ന് പറയുന്നത് തന്നെ ഒരു അധ്യാപകനാവുക, ഒരു പ്രൊഫസർ ആവുക എന്നതാണ്. അതിനിവിടെ തിരശ്ശീല വീഴുകയാണ്. ഇനി ഒരു പ്രൊഫസർ ആകാൻ തനിക്ക് സാധിക്കുകയില്ലേ? ഒരു അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് കയറിയിട്ട് വേണം ആ കടമ്പകളൊക്കെ കയറാൻ. അതിന് തീർച്ചയായിട്ടും വെബറിൻ്റെ റെക്കമെൻഡേഷൻ ലെറ്റർ വേണം. അയാൾ ഒരു കാരണവശാലും അത്തരത്തിലുള്ള ഒരു ലെറ്റർ എഴുതുന്നതല്ല. ഈ സമയങ്ങളിലൊക്കെ അങ്ങ് സെർബിയയിൽ മിലേവ ഐൻസ്റ്റീനെ കാത്തിരിക്കുകയാണ്. മാസങ്ങൾ കഴിയുകയാണ്. അവളുടെ വയറിൻ്റെ വലിപ്പവും വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ മാതാവും പിതാവും ഒക്കെ അവളെ 2 കൈ നീട്ടി സ്വീകരിക്കുകയുണ്ടായി. അവരുടെ ഒരേ ഒരു മകളാണ്. അവർക്ക് വളരെ പ്രിയപ്പെട്ട മകൾ തന്നെയാണ്. പക്ഷേ പിതാവ് പറയുന്നത് ഈ കുഞ്ഞിനെ ഉപേക്ഷിക്കാനാണ്. കാരണം ഐൻസ്റ്റീന് നിന്നോടൊരു താല്പര്യവുമില്ല. അങ്ങനെ താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ നിന്നെ കാണാനായിട്ട് അവൻ എപ്പോഴേ ഇവിടെ എത്തിച്ചേരുമായിരുന്നു. പക്ഷേ ഇവിടെ ഒന്ന് എത്തി നോക്കാൻ പോലും അവൻ കൂട്ടാക്കിയിട്ടില്ല. അതിൻ്റെ അർത്ഥം അവന് നീ ഒരു ബാധ്യത മാത്രമാണ്. നീ കുഞ്ഞിനെ ഉപേക്ഷിക്കുക. നീ നിൻ്റെ പഠനവുമായിട്ട് തുടർന്ന് മുന്നോട്ട് പോവുക. നഷ്ടപ്പെട്ട പേപ്പറുകൾ എഴുതിയെടുക്കുക. ഒരു ഗവേഷകയാവുക. അപ്പോഴൊക്കെ ഡിഫെൻഡ് ചെയ്യുന്നുണ്ട് ഐൻസ്റ്റീനെ മിലേവ. എത്രയും പെട്ടെന്ന് തന്നെ ഐൻസ്റ്റീൻ ഇവിടെ എത്തിച്ചേരും. അയാൾ വലിയ തിരക്കിൽ തന്നെയാണ്. ജോലിയുടെ തിരക്കുണ്ട്. പുതിയ ജോലി കണ്ടെത്താൻ വേണ്ടിയുള്ള അന്വേഷണങ്ങളുണ്ട്. അത് ശരിയായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഐൻസ്റ്റീൻ ചെറിയ ചില ജോലികളൊക്കെ ചെയ്യുന്നുണ്ട്. പ്രധാനമായിട്ടും ട്യൂഷൻ എടുക്കുന്നതാണ് അയാളുടെ ഒരു വരുമാന മാർഗം. അതായത് വലിയ സമ്പന്ന വീടുകളിൽ കുട്ടികൾക്ക് ഫിസിക്സും മാത്സും ഒക്കെ പറഞ്ഞു കൊടുക്കുക. ആ രീതിയിലാണ് അയാൾ മുന്നോട്ട് പോകുന്നത്. പക്ഷെ അതിൽ നിന്നും വലിയൊരു വരുമാനമൊന്നും അയാൾക്ക് കിട്ടുമായിരുന്നില്ല. ഐൻസ്റ്റീൻ തൻ്റെ ഈ വിഷമങ്ങളൊക്കെ സുഹൃത്തുക്കളുമായിട്ട് പങ്കുവെക്കുന്നുണ്ട്. അവരോടൊക്കെ ചോദിക്കുന്നുണ്ട്, ഏതെങ്കിലും ഒരു രീതിയിൽ എനിക്ക് അധ്യാപകനായിട്ട് നിങ്ങൾ പഠിപ്പിക്കുന്ന വിദ്യാലയങ്ങളിൽ കയറാൻ സാധിക്കുമോ എന്ന്. പക്ഷേ അവരൊക്കെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ എന്നൊരു തസ്തികയിൽ മാത്രമാണുള്ളത്. അവർ ആ യൂണിവേഴ്സിറ്റിയിൽ തന്നെ പുതിയ ആളുകളാണ്. അവരുടെ ജോലി പോലും സ്ഥിരമായിട്ടില്ല. അപ്പോൾ എങ്ങനെയാണ് അവർക്ക് ഐൻസ്റ്റീനെ സഹായിക്കാൻ സാധിക്കുന്നത്? അക്കൂട്ടത്തിൽ ഒരു സുഹൃത്ത് പറയുന്നുണ്ട്, നിൻ്റെ അച്ഛൻ ഒരു വലിയ ഫാക്ടറി ഓണറാണ്. അയാൾ വിചാരിച്ചാൽ വളരെ അനായാസമായിട്ട് തന്നെ ആ ഫാക്ടറിയിൽ നിനക്കൊരു ജോലി ചെയ്യാൻ സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ഒരു സഹായം അവിടെ നിന്ന് നിനക്ക് പ്രതീക്ഷിക്കാവുന്നതുമാണ്. പക്ഷേ ഐൻസ്റ്റീൻ അത് ചിന്തിക്കാൻ പോലും സാധിക്കുമായിരുന്നില്ല. കാരണം അച്ഛനുമായിട്ട് ഉടക്കിയാണ് മുൻപ് ഇറങ്ങിയത്. അച്ഛന് താനൊരു എൻജിനീയറായി മാറണമെന്നായിരുന്നു. പക്ഷേ ഒരു പ്രൊഫസർ ആകണമെന്നുള്ള ലക്ഷ്യം കൊണ്ട് അച്ഛനെ ധിക്കരിച്ച് അവിടെ നിന്നും ഇറങ്ങിപ്പോയതാണ്. ഇനിയും പൈസ ചോദിച്ചുകൊണ്ട് അങ്ങോട്ട് പോകാൻ സാധിക്കുന്നതുമല്ല. ഇത്രയും നാളിവിടെ പഠിച്ചതൊക്കെ അമ്മ അയച്ചു തന്ന പൈസ ഉപയോഗിച്ചിട്ടാണ്. അമ്മയും അത് അച്ഛനിൽ നിന്ന് എടുത്തിട്ടുള്ള പൈസ ആയിരുന്നില്ല. അമ്മയുടെ കുടുംബത്തിൽ നിന്നും അമ്മയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഷെയറിൻ്റെ ഒരു ഭാഗമാണ് ഐൻസ്റ്റീന് അയച്ചു കൊടുത്തുകൊണ്ടിരുന്നത്. ഇതിന് പുറമെ മറ്റൊരു സൊല്യൂഷൻ ഒരു സുഹൃത്ത് പറഞ്ഞു കൊടുക്കുന്നുമുണ്ട്. ആ സുഹൃത്തിൻ്റെ അച്ഛൻ ബേണിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പേറ്റന്റ് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. അയാൾക്ക് വലിയ രീതിയിലുള്ള പിടിപാടുണ്ട്. അതുകൊണ്ട് തന്നെ പുള്ളി വിചാരിച്ചാൽ ഐൻസ്റ്റീന് അവിടെ ഒരു ക്ലർക്കായിട്ട് കയറാൻ സാധിക്കുന്നതാണ്. പക്ഷേ ഐൻസ്റ്റീൻ അത് ഒട്ടും തന്നെ സ്വീകാര്യമായിരുന്നില്ല. കാരണം ഒരു ക്ലർക്കാകുന്നത് എങ്ങനെയാണ്? തൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഒരു സയൻറ്റിസ്റ്റ് ആവുക, ഒരു പ്രൊഫസർ ആവുക. അതിനൊക്കെ തടസ്സമാണ് ഒരു ക്ലറിക്കൽ ജോബ് എന്ന് പറയുന്നത്. ഐൻസ്റ്റീൻ ചിന്തിച്ചപ്പോൾ ഒരു കാര്യം മാത്രമേ അയാളുടെ മുൻപിൽ ഇപ്പോൾ അവശേഷിക്കുന്നുള്ളൂ. അത് PhD എന്ന് പറയുന്ന ഒരു കടമ്പയാണ്. താൻ PhD മറ്റൊരു സർവകലാശാലയിൽ നിന്നും മറ്റേതെങ്കിലും ഒരു പ്രൊഫസറിൻ്റെ കീഴിൽ പ്രവർത്തിച്ചുകൊണ്ട് നേടിയെടുക്കുകയാണെങ്കിൽ പിന്നീട് റെക്കമെൻഡേഷൻ ആവശ്യം വരുമ്പോൾ അത് ഈ പ്രൊഫസറിൽ നിന്ന് കൊടുത്താൽ മാത്രം മതിയാകും. പിന്നെ PhD കൂടി ഉള്ളത് കൊണ്ട് തന്നെ വളരെ അനായാസമായിട്ട് ജോലി കിട്ടുന്നതുമാണ്. പക്ഷേ അതിന് കുറേയധികം സമയം വേണം. ഒരു പ്രൊഫസറെ കണ്ടെത്തി അയാളെ അതിൽ കൺവിൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരു ശാസ്ത്ര തിയറി തന്നെ അവതരിപ്പിക്കേണ്ടതായിട്ടുമുണ്ട്. അത്രയും സമയം പിടിച്ചു നിൽക്കാനായിട്ട് പണം തീർച്ചയായിട്ടും അത്യാവശ്യമാണ്. അതിന് തന്നെ സഹായിക്കാൻ പറ്റുന്ന ഒരു വ്യക്തി അത് തൻ്റെ അമ്മ മാത്രമാണ്. അമ്മയെ കാണാൻ തന്നെ അയാൾ തീരുമാനിച്ചു. പക്ഷേ അമ്മ ആ സമയത്ത് ഇറ്റലിയിലെ മിലാനിൽ ഉണ്ടായിരുന്നില്ല. അവർ ആ സമയത്ത് സ്വിറ്റ്സർലൻഡിലായിരുന്നു. സ്വിറ്റ്സർലൻഡിൽ ഒരു ലക്ഷറിയസ് ഹോട്ടലിൽ തൻ്റെ കുടുംബം ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ആഘോഷവേളയിലേക്കാണ് ഐൻസ്റ്റീൻ കടന്നു ചെല്ലുന്നത്. ഒരു ലക്ഷറിയസ് ഹോട്ടലാണ്. അത്തരത്തിലുള്ള ഒരു ലക്ഷറിയസ് ഹോട്ടൽ മുറിയിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ ലോബിയിലേക്ക് കടന്നു ചെല്ലുന്നത് ഐൻസ്റ്റീൻ ഇത് ആദ്യമായിട്ടാണ്. അവിടെ മാന്യമായിട്ട് വസ്ത്രം ധരിച്ചു കൊണ്ടിരിക്കുകയാണ് തൻ്റെ മാതാവ്. ഒപ്പം തന്നെ തൻ്റെ അനിയത്തിയായ മായയുമുണ്ട്. ഐൻസ്റ്റീനുമായിട്ട് അവർ കുറേയധികം നേരം സൗഹൃദപരമായിട്ടുള്ള സംഭാഷണങ്ങളിൽ മുഴുകി. പക്ഷേ ഒടുവിൽ ആ സംഭാഷണം എത്തിച്ചേർന്നത് മിലേവയിലേക്കായിരുന്നു. അപ്പോഴേക്കും മിലേവയെക്കുറിച്ച് ഐൻസ്റ്റീൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
മെലേവയുടെ ഫോട്ടോ അയച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ മാതാവിന് മെലേവയെ ഒട്ടും തന്നെ ഇഷ്ടമായിരുന്നില്ല. മെലേവയെ ഒരു ജന്തുവായിട്ട് പോലും മാതാവ് പരാമർശിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള കത്തിടപാടുകളൊക്കെ സംഭവിച്ചിട്ടുള്ളതുമാണ്. അവരുടെ സംസാരം ആ ഒരു ഘട്ടത്തിലേക്കും എത്തിച്ചേർന്നു. മെലേവയെ നീ ഉപേക്ഷിക്കുക, മെലേവ നിനക്ക് ചേർന്നൊരു പെൺകുട്ടിയല്ല, മറി അവൾ ഇപ്പോഴും നിന്നെ കാത്തിരിക്കുകയാണ്, അവളാണ് നിനക്ക് പറ്റിയ പെൺകുട്ടി, ആ വിവാഹബന്ധം ഞാൻ നടപ്പിലാക്കാം. ഐൻസ്റ്റീൻ ഇതിനെ ശക്തമായിട്ട് എതിർക്കുന്നുണ്ട്. ഐൻസ്റ്റീൻ അതിനെ എതിർക്കുകയും അതിനോടൊപ്പം തന്നെ അയാൾക്ക് ആ പൈസ ആവശ്യപ്പെടുകയും ചെയ്യേണ്ട ഒരവസ്ഥയാണ്. പൈസ തൻ്റെ പക്കലില്ല, ഉണ്ടായിരുന്ന പൈസയൊക്കെ തീർന്നു. ഇപ്പോഴുള്ള പൈസ കൂടുതലായിട്ട് അച്ഛൻ്റെ ഫാക്ടറി വികസിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് 1 രൂപ പോലും എനിക്ക് തരാൻ സാധിക്കുകയില്ല എന്നാണ് അമ്മ പറയുന്നത്. അപ്പോൾ ഐൻസ്റ്റീൻ ആവർത്തി ചോദിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത്രയും ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു ഹോട്ടലിൽ വന്ന് താമസിക്കാൻ സാധിക്കുന്നത്? ഇവിടുത്തെ ഒരാഴ്ചത്തെ വാടക മാത്രം മതി എനിക്ക്. ആ ഒരു വാടക ലഭ്യമാവുകയാണെങ്കിൽ എനിക്ക് കുറേ അധികം നാൾ കഴിച്ചു കൂട്ടാൻ സാധിക്കും. അതിലൂടെ എനിക്ക് PhD എന്നൊരു സ്വപ്നത്തിലേക്ക് എത്തിച്ചേരാനും സാധിക്കുന്നതാണ്. പക്ഷേ അമ്മയ്ക്ക് പറയാനുണ്ടായിരുന്നത് മെലേവയെ ഉപേക്ഷിക്കുക എന്നുള്ള വാക്ക് മാത്രമാണ്. അവളെ ഉപേക്ഷിക്കുക, മറിയെ സ്വീകരിക്കുക. അതിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരാശയം കൂടി ഉണ്ടായിരുന്നു. മെലേവയെ ഉപേക്ഷിച്ചാൽ മാത്രമേ പണം നൽകുകയുള്ളൂ, മറിയെ സ്വീകരിക്കുകയും വേണം. ഐൻസ്റ്റീൻ അവിടെ നിന്നും ദേഷ്യപ്പെട്ടിട്ട് തന്നെയാണ് ഇറങ്ങിപ്പോകുന്നത്. അങ്ങ് സെർബിയയിൽ മെലേവ ഒരു സോക്സ് തുന്നിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ചെറിയ ഒരു സോക്സാണ്, കൊച്ചു കുട്ടികൾക്ക് മാത്രം ധരിക്കാൻ സാധിക്കുന്ന ഒരു കുഞ്ഞു സോക്സ്. അപ്പോൾ ആ റൂമിലേക്ക്, ആ വീട്ടിലേക്ക് അവളുടെ പഴയ സ്കൂളിലെ അധ്യാപകൻ, അവിടുത്തെ പ്രിൻസിപ്പാൾ കടന്നു വരികയാണ്. ഒപ്പം അവളുടെ പിതാവുമുണ്ട്. പിതാവാണ് അധ്യാപകനെ ഇവിടേക്ക് കൊണ്ടുവന്നതെന്ന് അവൾക്ക് വ്യക്തമായി. ഭാഗ്യം കൊണ്ട് അവളൊരു മേശയുടെ മറുപുറത്തായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവളുടെ വയറ് തീർച്ചയായിട്ടും പ്രിൻസിപ്പൽ കാണുന്നുണ്ടായിരിക്കുകയില്ല. എങ്കിൽ പോലും അവളൊന്ന് ഭയക്കുന്നുണ്ട്. മുൻപിലുണ്ടായിരുന്ന ഒരു ഫ്ലവർ വേഴ്സ് ബലമായിട്ട് എടുത്ത് അവളുടെ മുൻപിൽ കൊണ്ട് വെക്കുന്നുമുണ്ട്. എൻ്റെ കാലിൻ്റെ അവസ്ഥ താങ്കൾക്കറിയാമല്ലോ, എനിക്ക് എഴുന്നേൽക്കാൻ നല്ല പ്രയാസമുണ്ട്, നല്ല വേദനയാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട്, തണുപ്പ് കാരണമായിരിക്കാം, അതുകൊണ്ടാണ് എഴുന്നേൽക്കാത്തത്, താങ്കൾ ദയവായി ഇരിക്കൂ എന്ന് അവൾ പറയുന്നുണ്ട്. അതൊരു രക്ഷപ്പെടലാണ്. എഴുന്നേറ്റ് കഴിഞ്ഞാൽ വയർ തീർച്ചയായിട്ടും അദ്ദേഹം കാണുന്നതാണ്. അത് അവൾക്കൊരിക്കലും സഹിക്കാൻ സാധിക്കുന്നതല്ല. അവളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വന്നത് അവളുടെ ചെറുപ്പകാലമാണ്. ആദ്യമായിട്ട് ആ സ്കൂളിൽ ചേർക്കാൻ കൊണ്ടുപോയ ദിവസത്തെക്കുറിച്ചാണ്. അവൾക്ക് അത്യാവശ്യം പ്രായമുള്ള ഒരു സമയമായിരുന്നു. അവൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഹൈസ്കൂൾ തലത്തിൽ പഠിക്കുക എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ സെർബിയയിലെ പെൺകുട്ടികൾക്ക് സാധിക്കുന്ന ഒരു കാര്യമായിരുന്നില്ല. അന്ന് പിതാവ് വലിയ രീതിയിലുള്ളൊരു റെക്കമെൻഡേഷനുമായിട്ടാണ് ഇതേ പ്രിൻസിപ്പളിനെ പോയി കാണുന്നത്. മകൾ അതിബുദ്ധിമതിയാണ്, മകൾ പറയുന്ന പല ശാസ്ത്രവും മനസ്സിലാക്കാൻ പോലും എനിക്ക് സാധിക്കുന്നില്ല, അതുകൊണ്ട് അവളെ തീർച്ചയായിട്ടും ഇവിടെ അഡ്മിറ്റ് ചെയ്യണമെന്നാണ് പിതാവ് പ്രിൻസിപ്പളിനോട് പറയുന്നത്. പക്ഷേ പ്രിൻസിപ്പൽ തൻ്റെ മുറിയിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ വെളിയിൽ നിൽക്കുന്ന മിലേവയെ അയാൾ കാണുന്നുണ്ട്. മിലേവയുടെ കയ്യിലിരിക്കുന്ന ഒരു വലിയ പുസ്തകവും കാണുന്നുണ്ട്. അത് മൈക്കിൾ ഫാരഡേയുടെ പുസ്തകമായിരുന്നു. ആ പുസ്തകം കണ്ട് കൗതുകത്തോടു കൂടി തന്നെ ഫാരഡേയെക്കുറിച്ച് 1-2 കാര്യങ്ങൾ അവളോട് ചോദിക്കുകയുണ്ടായി. അപ്പോൾ അയാളെ ഞെട്ടിച്ചുകൊണ്ട് ആ ചെറിയ പ്രായത്തിൽ തന്നെ മൈക്കിൾ ഫാരഡേയുടെ ഇലക്ട്രോ മാഗ്നറ്റിക് തിയറിയെക്കുറിച്ച് അവൾ വാചാലയായി. അങ്ങനെയാണ് അവൾക്ക് ആ ഹൈസ്കൂളിൽ അഡ്മിഷൻ കിട്ടുന്നത്. പ്രിൻസിപ്പാൾ വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് അവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അവൾക്ക് പറ്റിയിട്ടുള്ള അബദ്ധത്തെക്കുറിച്ച് അയാൾക്ക് അറിയുകയില്ല. അയാൾ ഒരു വലിയൊരു ഓഫറും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ ആ ഹൈസ്കൂളിൽ ഒരു വേക്കൻസി ഉണ്ടായിട്ടുണ്ട്. മെലേവയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ അവിടുത്തെ പെർമനൻറ്റ് പോസ്റ്റിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ പഠിപ്പിച്ചുകൊണ്ട് തന്നെ ശാസ്ത്ര ഗവേഷണങ്ങൾ നടത്താനുള്ള അവസരമുണ്ട്. മെലേവയ്ക്ക് പെട്ടെന്ന് എന്ത് പറയണമെന്ന് അറിയാൻ വയ്യായിരുന്നു. അവൾ ആലോചിച്ചിട്ട് തീരുമാനമെടുത്ത് അവിടെ സ്കൂളിൽ വന്ന് കാണാമെന്നൊക്കെ വാക്ക് പറഞ്ഞ് അയാളെ മടക്കി വിടുന്നുണ്ട്. അതിനുശേഷം വലിയൊരു ലഹള തന്നെയാണ് ആ വീട്ടിൽ നടന്നത്. എന്തിനാണ് പ്രിൻസിപ്പാളിനെ അവിടേക്ക് കൊണ്ടുവന്നത്? പ്രിൻസിപ്പാൾ എങ്ങാനും എൻ്റെ വയറ് കണ്ടിരുന്നെങ്കിൽ എന്തായിരിക്കും എൻ്റെ അവസ്ഥ? എത്രമാത്രം നാണക്കേടിലൂടെ ആയിരിക്കും എനിക്ക് കടന്നു പോകേണ്ടി വരിക? അതിന് മറുപടിയായി അച്ഛൻ പറയുന്നത്, എൻ്റെ ലക്ഷ്യം ഒന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നിൻ്റെ മുൻപിൽ ഒരുപാട് മാർഗങ്ങളുണ്ട്. ഐൻസ്റ്റീൻ എന്ന ഒരു ലക്ഷ്യം മാത്രമല്ല, നിന്നെ അധ്യാപികയായിട്ട് നിയമിക്കാൻ പോലും ഇവിടെ ആളുകളുണ്ട്, അതും പെർമനൻറ്റ് പോസ്റ്റിൽ തന്നെ. നീ വിഷമിക്കേണ്ട ഒരു അവസ്ഥയുമില്ല എന്ന് നിന്നെ ബോധ്യപ്പെടുത്തുക മാത്രമായിരുന്നു എൻ്റെ ലക്ഷ്യം. പക്ഷേ അതുകൊണ്ടൊന്നും സമാധാനിപ്പിക്കാൻ സാധിക്കുമായിരുന്നില്ല മെലേവയെ. അവൾ പറഞ്ഞു, ഞാൻ ഐൻസ്റ്റീൻ ഒരു ബാധ്യതയല്ല. ഐൻസ്റ്റീൻ അധികം വൈകാതെ തന്നെ ഇവിടെ എത്തിച്ചേരും, എന്നെ കൂട്ടിക്കൊണ്ടുപോകും, ഞങ്ങൾ സുഖകരമായിട്ട് ജീവിക്കും. അയാൾക്ക് മികച്ച ഒരു ജോലി കിട്ടേണ്ട കാലതാമസം മാത്രമേ ഉള്ളൂ. അധികം വൈകിയില്ല,
അവൾക്ക് ഐൻസ്റ്റീൻ്റെ ഒരു കത്ത് തന്നെ കിട്ടി. കത്തിൽ അയാളുടെ സ്നേഹം അയാൾ വളരെ മനോഹരമായിട്ട് തന്നെ വിവരിച്ചിട്ടുണ്ടായിരുന്നു. അതിനു പുറമെ നേരിട്ട് കാണുന്നതിനെക്കുറിച്ചും പരാമർശിച്ചിട്ടുണ്ട്. അയാൾക്ക് അവിടെ വരെ വരാനായിട്ട് സാധിക്കുകയില്ല, അതുകൊണ്ട് ട്രെയിൻ കയറി സ്വിറ്റ്സർലൻഡിലേക്ക് വരാനാണ് പരാമർശിച്ചിട്ടുണ്ടായിരുന്നത്. അതിനു പുറമെ അതിലൊരു ഹോട്ടലിൻ്റെ പേരും കൊടുത്തിട്ടുണ്ടായിരുന്നു. താൻ താമസിക്കുന്ന ആ കുടിസുമുറിയിലേക്ക് നിനക്ക് വരാൻ സാധിക്കുകയില്ല, ഞാൻ ഇവിടെ തന്നെ വാടക കൊടുക്കാതാണ് കഴിഞ്ഞു പോകുന്നത്, അതുകൊണ്ട് നിന്നെപ്പോലുള്ള ഒരു പെൺകുട്ടി അവിടെ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഹൗസ് ഓണർ എന്നെ വീട്ടിൽ നിന്നും ഇറക്കി വിടും, അതുകൊണ്ട് തന്നെ മറ്റൊരു ഹോട്ടലിൽ വെച്ച് നമുക്ക് കണ്ടുമുട്ടാം, ആ ഹോട്ടലിൽ ഞാൻ പണം കൊടുത്ത് നമുക്കൊരു മുറി എടുക്കുന്നുണ്ട്, നീ അവിടെ വരിക, അവിടെ വെച്ച് നമുക്ക് കാണാം. കൃത്യമായിട്ടുള്ള ദിവസവും സമയവും ഒക്കെ അതിൽ പരാമർശിച്ചിട്ടുണ്ട്. വീട്ടുകാരുടെ വിലക്കിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് തന്നെ ആ നിറവയറോടുകൂടി അവൾ തൻ്റെ ബാഗുമായിട്ട് ട്രെയിനിലേറി ഹോട്ടൽ ലക്ഷ്യം വെച്ച് സഞ്ചരിച്ചു. ഒടുവിൽ ആ തണുത്ത രാത്രിയിൽ അവൾ ഹോട്ടലിൽ എത്തിച്ചേർന്നു. പക്ഷേ ആ ഹോട്ടൽ ഐൻസ്റ്റീൻ ഉണ്ടായിരുന്നില്ല. ഐൻസ്റ്റീൻ ഇപ്പോൾ വരും, തൻ്റെ ഭർത്താവാണ് ഐൻസ്റ്റീൻ, ഞങ്ങൾ 2 സ്ഥലങ്ങളിലായിട്ട് ജോലി ചെയ്യുന്നവരാണ്, ഈ ഹോട്ടലിൽ വെച്ച് കാണാനാണ് പ്ലാൻ ചെയ്തിരുന്നതെന്നൊക്കെ ആ റിസപ്ഷനിസ്റ്റിനോട് പറയുന്നുണ്ട്. റിസപ്ഷനിസ്റ്റിന് വ്യക്തമായിട്ട് തന്നെ അവളുടെ ഉന്തിയ ആ വയറ് കാണാൻ സാധിക്കുമായിരുന്നു. പക്ഷേ അയാൾക്ക് അവളുടെ വിരലുകളിൽ മോതിരം കാണാൻ സാധിക്കുമായിരുന്നില്ല, വിവാഹത്തിൻ്റെ മോതിരം. പെട്ടെന്ന് തന്നെ അവൾ വിരൽ മറച്ചു പിടിക്കാനായിട്ട് ശ്രമിക്കുന്നുമുണ്ട്. എൻ്റെ നിസ്സഹായ അവസ്ഥ ആ റിസപ്ഷനിസ്റ്റിനോട് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ വേണ്ടി അവൾ ശ്രമിച്ചു. വലിയ തണുപ്പാണ്, എനിക്ക് വെളിയിൽ കഴിയാൻ സാധിക്കുകയില്ല, എങ്ങനെയെങ്കിലും എന്നെ അകത്തേക്ക് പ്രവേശിക്കുക, എനിക്കൊരു റൂം നൽകുക, എൻ്റെ ഭർത്താവ് അധികം വൈകാതെ ഇവിടെ എത്തിച്ചേരുന്നതാണ്. റിസപ്ഷനിസ്റ്റ് മനസ്സലിഞ്ഞ് അവൾക്കൊരു റൂം നൽകുന്നുണ്ട്. പക്ഷേ ആ രാത്രിയിൽ ഐൻസ്റ്റീൻ അവിടേക്ക് വന്നിരുന്നില്ല. അന്നെന്താണ് സംഭവിച്ചത്? അന്ന് ഐൻസ്റ്റീൻ്റെ ആ കുടിസുമുറിയിലേക്ക് വേറൊരാൾ പ്രവേശിക്കുകയാണ്. ഐൻസ്റ്റീൻ ധൃതിയിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ ശ്രമിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ വ്യക്തി അവിടേക്ക് വന്നു ചേരുന്നത്. അത് അയാൾ ട്യൂഷൻ പഠിപ്പിക്കുന്ന ഒരു കുട്ടിയുടെ പിതാവായിരുന്നു. അയാൾക്ക് വലിയൊരു കംപ്ലയിൻറ്റ് തന്നെ ഐൻസ്റ്റീനോട് പറയാനുണ്ടായിരുന്നു. മകന് ട്യൂഷൻ പഠിപ്പിക്കുന്നതിന് മുൻപുണ്ടായിരുന്ന മാർക്കിനേക്കാൾ കുറഞ്ഞ മാർക്കാണ് ഇപ്പോഴുണ്ടായിരിക്കുന്നത്. അപ്പോൾ ഐൻസ്റ്റീൻ പറയുന്നത്, ഞങ്ങൾ പോർഷൻ അധികം കവർ ചെയ്തിട്ടില്ല, ആ പോർഷനും മുമ്പായിട്ട് അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഹീറ്റ് എഫക്റ്റിനെ കുറിച്ച് അറിയേണ്ടതായിട്ടുണ്ട്, മോളിക്യൂൾസിനെ കുറിച്ച് അറിയേണ്ടതായിട്ടുണ്ട്, പദാർത്ഥങ്ങളെക്കുറിച്ച് അറിയേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് സിലബസിലേക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ. അയാൾ പറയുന്നത്, അത്രയൊന്നും ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട ആവശ്യമില്ല, എൻ്റെ മകന് ആൾജിബ്ര പഠിച്ചാൽ മാത്രം മതി, അതാണ് അവനെ എക്സാമിന് ചോദിക്കുന്നത്, അതുമാത്രം പറഞ്ഞു കൊടുത്താൽ മതിയായിരുന്നല്ലോ. ഐൻസ്റ്റീൻ തൻ്റെ ഭാഗം ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുമാത്രം പഠിച്ചതുകൊണ്ട് എന്താണ് കാര്യം? ആൽജിബ്ര എന്ന് പറയുന്നത് ഒരു ടൂള് മാത്രമാണ്. പക്ഷേ നമുക്ക് ശരിക്കുമുള്ള പ്രോബ്ലത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഈ ടൂള് കയ്യിലുണ്ടായിട്ട് എന്ത് കാര്യമാണ്? ശരിക്കുമുള്ള പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കി കൊടുത്ത് ആൽജിബ്രയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ മാത്രമല്ലേ ആ ആൽജിബ്ര എന്ന ടൂൾ ഉപയോഗിച്ചിട്ട് ആ ശാസ്ത്ര സത്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കാൻ സാധിക്കുകയുള്ളൂ. ഐൻസ്റ്റീൻ പറയുന്ന കാര്യങ്ങളൊന്നും അയാൾക്ക് മനസ്സിലാകുമായിരുന്നില്ല. എന്തായാലും തൻ്റെ മകനെ പഠിപ്പിക്കാനായിട്ട് ഇനി വീട്ടിലേക്ക് വരണ്ടെന്ന് അയാൾ തറപ്പിച്ച് പറഞ്ഞു. അത് ശരിക്കും ഐൻസ്റ്റീൻ ഒരു ഷോക്ക് തന്നെ ആയിരുന്നു. തനിക്ക് ഇപ്പോൾ കിട്ടുന്ന ചെറിയൊരു വരുമാന മാർഗമാണ്, ആ വരുമാന മാർഗം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള ഒരു തടസ്സം നേരിട്ടത് കൊണ്ട് തന്നെ ആ ദിവസം ഐൻസ്റ്റീന് ട്രെയിൻ ലഭ്യമാകുന്നില്ല. അയാൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ ട്രെയിൻ പുറപ്പെട്ടു പോയിരുന്നു. പിന്നീട് അടുത്ത ദിവസം രാവിലെയുള്ള ട്രെയിനിൽ യാത്ര ചെയ്തിട്ടാണ് അയാൾ ഈ സ്ഥലത്തേക്ക്, ഈ ഹോട്ടലിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പോഴേക്കും മെലേവ വലിയ രീതിയിൽ ദേഷ്യപ്പെട്ടിരിക്കുകയായിരുന്നു. അവളുടെ അടുത്തേക്ക് വന്ന് മാപ്പ് പറഞ്ഞിട്ട് പോലും അവൾക്ക് ആ മാപ്പ് ചെവിക്കൊള്ളാൻ സാധ്യമായിരുന്നില്ല. കാരണം അത്രയധികം നാണക്കേട് അവൾക്ക് അനുഭവപ്പെടേണ്ടി വന്നു. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ നിറവേറുമായിട്ട് ഒരു റിസപ്ഷനിസ്റ്റിൻ്റെ മുൻപിൽ പോയി കാല് പിടിക്കേണ്ടി വന്നത്. അയാൾക്ക് അല്പം മനസ്സലിവ് ഉള്ളത് കൊണ്ട് രക്ഷപ്പെട്ടു. അയാൾ മുറിയിലേക്ക് പ്രവേശിപ്പിച്ചില്ലായിരുന്നെങ്കിലോ, അയാൾ ഇറക്കി വിട്ടിരുന്നെങ്കിലോ ഈ തണുപ്പത്ത് തൻ്റെ അവസ്ഥ എന്തായേനെ? ഐൻസ്റ്റീൻ അവളെ ശാന്തയാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അധികം വൈകാതെ തന്നെ അയാൾക്ക് ഒരു കാര്യം കൂടി അവളോട് പറയാനുണ്ടായിരുന്നു. അത് റേഡിയേഷൻ ക്വാണ്ടയെക്കുറിച്ചാണ്. അതായത് ഒരു പുതിയ കണ്ടെത്തലിനെ കുറിച്ച് അവളോട് വിവരിക്കാനുണ്ടായിരുന്നു. നമുക്ക് കാണാൻ സാധിക്കുന്ന ഈ പ്രകാശം, ആ പ്രകാശം ശരിക്കും ചെറിയ പാക്കറ്റുകളാണ്. അത്തരത്തിൽ കുറേയധികം പാക്കറ്റുകൾ ചേർന്നിട്ടാണ് ഈ പ്രകാശം തന്നെ ഉണ്ടാകുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് ഒരു പ്രബന്ധം എഴുതണം. അതിന് തീർച്ചയായിട്ടും നിൻ്റെ മാത്സ് സഹായപ്രദമാകും. അതുകൂടെ കേട്ടപ്പോൾ മെലേവയ്ക്ക് വലിയ രീതിയിലുള്ള ദേഷ്യമാണ് ഉണ്ടായത്.
താൻ വലിയ രീതിയിലുള്ള മാനസിക സംഘർഷം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗർഭിണിയാണ്. തന്നോട് ഒരു സ്നേഹവുമില്ലാതെ ഇപ്പോൾ വന്ന് ഈ ശാസ്ത്രത്തെക്കുറിച്ച് പറയേണ്ട ആവശ്യം എന്താണ്? ഇതിൻ്റെ പിന്നിൽ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. എന്നെ ഒരു ടൂളായിട്ടാണ് നിങ്ങൾ എടുക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ മാത്തമെറ്റിക്കൽ ഡെറിവേഷൻ ചെയ്ത് തരാൻ വേണ്ടിയുള്ള ഒരു ടൂള്. ഐൻസ്റ്റീൻ അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അതൊന്നുമല്ല എൻ്റെ ലക്ഷ്യം. എനിക്ക് ഇത്തരത്തിലുള്ളൊരു പേപ്പർ പ്രസിദ്ധീകരിക്കാൻ സാധിച്ചാൽ മാത്രമാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഐഡിയ എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധ്യമായാൽ മാത്രമാണ് ഇത് കാണിച്ചുകൊണ്ട് ഒരു ഗൈഡിൻ്റെ കീഴിൽ, ഒരു പ്രൊഫസറിൻ്റെ കീഴിൽ ഒരു PhD വിദ്യാർത്ഥിയായിട്ട് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നത്. അങ്ങനെ സാധ്യമായാൽ മാത്രമേ ഇനി എനിക്കൊരു ജോലി കിട്ടുകയുള്ളൂ. അങ്ങനെയെങ്കിൽ മാത്രമേ നമുക്കൊരു ഭാവി ഉണ്ടാവുകയുള്ളൂ. നമ്മുടെ ഭാവിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഇത്തരത്തിൽ ചിന്തിക്കുന്നത്. എൻ്റെ ലക്ഷ്യം മുഴുവനും അതുമാത്രമാണ്. മെലേവയ്ക്ക് അത് കേട്ടപ്പോൾ അല്പം ആശ്വാസമുണ്ടായി. പിന്നീട് കുറച്ച് ദിവസം അവർ ആ ഹോട്ടൽ മുറിയിൽ തന്നെ ഒരുമിച്ചുണ്ടായിരുന്നു. അതിനുശേഷം മെലേവ വീണ്ടും സെർബിയയിലേക്ക് മടങ്ങിപ്പോയി. ഐൻസ്റ്റീൻ അയാളുടെ തിരക്കുകളിലേക്കും മടങ്ങിപ്പോയി. ആകെ ഉണ്ടായിരുന്ന ഒരു ട്യൂഷൻ ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ടൊന്നും അയാൾ ഇത് അവസാനിപ്പിക്കുന്നില്ല. വീണ്ടും ധാരാളമായി പോസ്റ്ററുകൾ ഉണ്ടാക്കി ആ പോസ്റ്ററുകൾ തെരുവുകളിലൊക്കെ ഒട്ടിക്കാൻ തുടങ്ങി. അതിൽ പ്രത്യേകമായിട്ട് പരാമർശിച്ചിട്ടുണ്ടായിരുന്നു, ഫിസിക്സിൻ്റെയും മാത്സിൻ്റെയും ക്ലാസ്സുകൾ, ആദ്യ ക്ലാസ്സുകൾ സൗജന്യമാണ്. അതിനുശേഷമുള്ള ക്ലാസ്സുകൾക്ക് മാത്രം ഫീസ് നൽകിയാൽ മതി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് വന്ന് ഇഷ്ടമുള്ള സമയത്ത് ക്ലാസ് എടുത്ത് തരുന്നതാണ്. ഈ പോസ്റ്റർ കണ്ടിട്ടാണ് മൗറിസ് സൊലോവൈൻ ഐൻസ്റ്റീനിലേക്ക് എത്തിച്ചേരുന്നത്. ഐൻസ്റ്റീൻ്റെ ആ വാടക മുറിയിലാണ് അയാൾ എത്തിയത്. കാരണം ആ പോസ്റ്ററിൽ വ്യക്തമായിട്ട് ആ അഡ്രസ്സ് പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. താൻ മൗറിസ് സൊലോയിസ് ആണ്, താനൊരു ഫിലോസഫറാണ്, എഴുത്തുകാരനാണ്, അല്പം മാത്തമെറ്റിക്സ് ഒക്കെ അറിയാവുന്ന ഒരു മാത്തമെറ്റീഷ്യൻ കൂടിയാണ്. എനിക്ക് ഫിസിക്സ് ധാരാളമായി പഠിച്ചാൽ കൊള്ളാവുന്നുണ്ട്. എനിക്ക് മാത്രമല്ല, എൻ്റെ സുഹൃത്തുക്കൾക്കും ഫിസിക്സ് പഠിക്കണം. തനിക്ക് പഠിപ്പിക്കാൻ സാധ്യമാകുമോ? ഐൻസ്റ്റീൻ പറഞ്ഞു, എനിക്ക് ധാരാളമായി സമയമുണ്ട്. എൻ്റെ ആ സമയത്തിലേക്ക് നിങ്ങൾക്കും വന്നു ചേരാവുന്നതാണ്. നമുക്ക് ക്ലാസ് ഇപ്പോൾ തന്നെ തുടങ്ങാം. ആദ്യത്തെ ക്ലാസ് സൗജന്യമാണെന്ന് കൂടി ഓർക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് റൂം തുറന്ന് അയാൾ ഉള്ളിലേക്ക് കയറുകയാണ്. പക്ഷേ അതൊരു കുടുസു മുറിയാണ്. ധനികനായിട്ടുള്ള മൗറിസ് സൊലോവൈന് ആ മുറിയിൽ ഇരുന്ന് പഠിക്കാൻ ഒട്ടും തന്നെ താല്പര്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഐൻസ്റ്റീനെ അയാളുടെ ബംഗ്ലാവിലേക്ക് ക്ഷണിക്കുകയാണ്. വലിയൊരു ധനികൻ തന്നെയാണ് ഈ സൊലോവൈൻ. അയാൾ പ്രശസ്തനായിട്ടുള്ള ഒരു മാത്തമെറ്റീഷ്യനുമാണ്. ശരിക്കും പറഞ്ഞാൽ അയാൾ പ്രശസ്തനാകുന്നത് തന്നെ ഈ ഐൻസ്റ്റീൻ കാരണമാണ്. ഐൻസ്റ്റീനെ അയാളുടെ ബംഗ്ലാവിലേക്ക് ക്ഷണിക്കുകയാണ്. ഒരു കൊട്ടാരത്തിന് സമാനമായിട്ടുള്ള ബംഗ്ലാവാണ്. അവിടെ വെച്ചാണ് സൊലോവൈൻ്റെ മറ്റൊരു സുഹൃത്തായ കൊൺറാഡിനെ ഐൻസ്റ്റീന് മുൻപിൽ പരിചയപ്പെടുത്തുന്നത്. ഇത്തരത്തിൽ പലരെയും സൊലോവൈൻ കൊണ്ടുവന്നിട്ടുണ്ട്. അവസാനം അവർക്ക് കാര്യമായിട്ടൊന്നും പറയാനില്ലാതെ ജോലി ഉപേക്ഷിച്ച് പോവുകയാണ് ഉണ്ടായത്. നിങ്ങൾക്ക് എത്രമാത്രം ശാസ്ത്രം അറിയാം, എത്രമാത്രം ഫിസിക്സ് അറിയാമെന്നൊക്കെ പറഞ്ഞ് കൊൺറാഡ് ചെറിയ രീതിയിലൊക്കെ കളിയാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഐൻസ്റ്റീൻ അതിലൊന്നും തളരുന്നില്ല. കാരണം അയാൾക്ക് പണം വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു ഘട്ടമാണിപ്പോൾ. സൊലോവൈനാണ് പറഞ്ഞത്, ശാസ്ത്രത്തെക്കുറിച്ചൊന്ന് സംസാരിക്കുക, കൊൺറാഡിൻ്റെ ഈ ഒരു നിഗമനം തെറ്റാണെന്ന് തെളിയിക്കുക, ഞങ്ങളെ അത്ഭുതപ്പെടുത്തുക, ശാസ്ത്രത്തിൻ്റെ ലോകത്തുകൂടെ ഞങ്ങളെ നടത്തിക്കുക. കൊൺറാഡും ഒരു മാത്തമെറ്റീഷ്യൻ തന്നെയാണ്. രണ്ടുപേരും മാത്സിൽ ബിരുദം നേടിയിട്ടുള്ള വ്യക്തികളാണ്. അവർക്ക് ഫിസിക്സിൽ വലിയ താല്പര്യമുണ്ട്, പക്ഷേ അവർക്ക് ഫിസിക്സ് അധികം പഠിക്കാൻ സാധ്യമായിട്ടുണ്ടായിരുന്നില്ല. ഐൻസ്റ്റീനോട് കൊൺറാഡ് ഒരു സംശയമാണ് അപ്പോൾ ചോദിച്ചത്. ആ സംശയത്തിൻ്റെ ഉത്തരം നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? ഞാൻ ബാത്ടബിൽ കിടന്ന് കുളിക്കുകയായിരുന്നു. ഞാൻ എൻ്റെ തല ബാത്ടബിൻ്റെ ഉള്ളിൽ, ആ വെള്ളത്തിൻ്റെ ഉള്ളിലേക്ക് മുക്കി വെച്ചതിന് ശേഷം എൻ്റെ ഹെയർ ബ്രഷ് കൊണ്ട് ടബിലൊന്ന് തട്ടുകയുണ്ടായി. അപ്പോൾ എനിക്ക് നല്ലൊരു ശബ്ദം കേൾക്കാൻ സാധിച്ചു. എന്നാൽ തല മുകളിലേക്ക് ഉയർത്തി വീണ്ടും ബാത്ടബിൽ അതേ ബ്രഷ് ഉപയോഗിച്ച് അടിച്ചപ്പോൾ ശബ്ദത്തിന് അത്രയധികം തിളക്കമുണ്ടായിരുന്നില്ല. അല്പം കുറഞ്ഞിട്ടുള്ള ശബ്ദമായിരുന്നു. എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള കാരണം? ഐൻസ്റ്റീൻ പെട്ടെന്ന് തന്നെ വാചാലനായി. അതിൻ്റെ കാരണം മീഡിയമാണ്. നമ്മൾ ഒരു ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ആ ശബ്ദം ഉണ്ടാക്കുന്ന വസ്തുവും നമ്മളുടെ ചെവിക്കും ഇടയിലായിട്ടുള്ള പദാർത്ഥങ്ങളുടെ സാന്നിധ്യമാണ്. നമ്മുടെ ഈ ഭൂമിയിൽ അന്തരീക്ഷമുണ്ട്, ഇവിടെ വായുവുണ്ട്, വായുവിൽ മോളിക്യൂൾസും ആറ്റംസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ശബ്ദം അതൊരു വൈബ്രേഷനായിട്ട് ഈ മോളിക്യൂൾസിലൂടെ കടന്നുപോയി ആ വൈബ്രേഷൻ നമ്മുടെ ചെവിയിൽ തട്ടുമ്പോഴാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വളരെ കാഠിന്യമുള്ള ഒരു അന്തരീക്ഷമാണെങ്കിൽ ആ വൈബ്രേഷൻ കൂടുതലായിട്ടുണ്ടാകും. നമ്മുടെ അന്തരീക്ഷത്തിലുള്ള ആ പ്രഷറിനേക്കാൾ കൂടുതലാണ് ജലത്തിൻ്റെ ഉള്ളിലുള്ള പ്രഷർ. അതുകൊണ്ട് തന്നെയാണ് അവിടെ ആ ശബ്ദം കൂടുതലായിട്ട് കേൾക്കാൻ സാധ്യമായത്. ഇവിടേക്ക് എനിക്ക് ആ പ്രകാശത്തിൻ്റെ കാര്യം കൂടെ പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. പ്രകാശത്തെക്കുറിച്ചും ഐൻസ്റ്റീൻ വാചാലനായി തുടങ്ങി. പ്രകാശത്തിന് തരംഗ സ്വഭാവമാണെന്ന് ഏതാണ്ട് 200 വർഷങ്ങൾക്ക് മുൻപ്
ഹുഗെയിൻ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട്. പ്രകാശത്തിനും തരംഗ സ്വഭാവമുണ്ട്, ശബ്ദത്തിനും തരംഗ സ്വഭാവമുണ്ട്. പക്ഷേ ഈ ശബ്ദത്തെ പോലെ അല്ല പ്രകാശം പ്രവർത്തിക്കുന്നത്. അവിടെ ഒരു ലാമ്പ് കത്തുന്നുണ്ട്. അപ്പോൾ ഐൻസ്റ്റീൻ പറഞ്ഞു, എൻ്റെ കൈ ഞാൻ ഇങ്ങനെ ഉയർത്തി പിടിക്കുകയാണെങ്കിൽ ആ ലാമ്പിൽ നിന്നുണ്ടാകുന്ന പ്രകാശത്തെ നമുക്ക് തടഞ്ഞു വെക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ശബ്ദത്തെ ഇങ്ങനെ തടഞ്ഞു വെക്കാൻ സാധിക്കുന്നില്ല. മീഡിയത്തിൻ്റെ കാഠിന്യം കൂടുമ്പോൾ അവിടെ ഈ തരംഗം കൂടുതലായിട്ടുണ്ടാവേണ്ടതാണ്. എന്നാൽ കൈ എന്ന് പറയുന്നത് അതൊരു മീഡിയമാണ്. ആ കൈക്കുള്ളിൽ ഒരുപാട് സെല്ലുകളും മോളിക്യൂൾസും അടങ്ങിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ശബ്ദം കൂടുതലായിട്ടുണ്ടാവേണ്ടതല്ലേ, കൂടുതലായി നമ്മളിലേക്ക് എത്തേണ്ടതല്ലേ? പക്ഷെ അങ്ങനെ എത്താത്തത് എന്തുകൊണ്ടാണ്? കൊൺറാഡും ചോദിച്ചു, എന്തുകൊണ്ടാണ് എത്താത്തത്? ഐൻസ്റ്റീൻ അല്പനേരം ഒന്ന് ആലോചിച്ചു. എനിക്കതിനെക്കുറിച്ച് ഇപ്പോൾ ഉത്തരമില്ല, എനിക്കെന്നല്ല ശാസ്ത്ര ലോകത്തിന് ഉത്തരമില്ല. പക്ഷേ ഞാനത് കണ്ടെത്തുക തന്നെ ചെയ്യും. അവിടെ തുടങ്ങുകയാണ് ഈ ഒരു സൗഹൃദം. 1902 മുതൽ 1904 വരെ നീണ്ടു നിൽക്കുന്ന ഒരു കൂട്ടായ്മയാണ്. എല്ലാ ദിവസവും രാത്രി കാലങ്ങൾ അവർ ആ ബംഗ്ലാവിൽ ഒന്നിക്കുന്നതാണ്. അവർ മാത്രമല്ല, അവിടെ ഒരുപാട് സുഹൃത്തുക്കൾ എത്തിച്ചേരുന്നതാണ്. കൊൺറാഡിൻ്റെ സുഹൃത്തുക്കൾ, സൊളോവൈൻ്റെ സുഹൃത്തുക്കൾ, അവരൊക്കെ പ്രശസ്തരുമാണ്, ധനികരാണ്, പലരും മാത്തമെറ്റീഷ്യൻസ് ആണ്, ഫിലോസഫേഴ്സാണ്, വലിയ കലാകാരന്മാരാണ്. അവരുടെ ആഘോഷ രാവുകളാണ്. ആ ആഘോഷ രാവിൽ ശാസ്ത്രത്തിൻ്റെ അത്ഭുതം വിളമ്പിക്കൊടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ആൽബർട്ട് ഐൻസ്റ്റീൻ. അയാൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. അതെല്ലാവർക്കും ആസ്വദിക്കാൻ സാധിക്കുന്ന കാര്യങ്ങൾ തന്നെയായിരുന്നു. ഈ സദസ്സിൽ പെൺകുട്ടികൾ എത്തിച്ചേരുന്നുണ്ട്, വേശ്യകൾ എത്തിച്ചേരുന്നുണ്ട്. വലിയ രീതിയിലുള്ള ആഘോഷമാണ്. അവിടെ മദ്യവും ഒക്കെ എത്തിച്ചേരുന്നുണ്ട്. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോവുകയാണ്. ആ സന്ദർഭത്തിൽ ഐൻസ്റ്റീൻ ഒരു ടെലഗ്രാം ലഭ്യമാകുന്നുണ്ട്. സെർബിയയിൽ നിന്നാണ് ആ ടെലഗ്രാം എത്തിച്ചേരുന്നത്. അതിൽ പരാമർശിച്ചിരിക്കുന്നത് മെലേവയ്ക്ക് ഒരു കുട്ടി ഉണ്ടായിരിക്കുന്നു, ഒരു കുഞ്ഞ് പിറന്നിരിക്കുന്നു, എത്രയും പെട്ടെന്ന് കുഞ്ഞിനെ വന്ന് കാണുക. അപ്പോൾ കുഞ്ഞിനെ കാണുന്നതിന് മുൻപ് തനിക്ക് കുറച്ച് ദിവസത്തെ ലീവ് എടുക്കേണ്ടതായിട്ടുണ്ട്. കാരണം സെർബിയ അവിടെ നിന്നും വളരെ അകലെയുള്ള ഒരു സ്ഥലമാണ്. ഇക്കാര്യം പറയാനായിട്ട് സൊളോവൈൻ്റെ ബംഗ്ലാവിലേക്ക് എത്തിച്ചേരുകയാണ് ഐൻസ്റ്റീൻ. ഐൻസ്റ്റീൻ താൻ പിതാവാകാൻ പോകുന്നതിനെക്കുറിച്ച് സൊളോവൈനോട് പറയുന്നുണ്ട്. പക്ഷേ സൊളോവൈൻ അപ്പോഴാണ് മെലേവയെക്കുറിച്ചും അവർക്കുണ്ടാകാൻ പോകുന്ന കുഞ്ഞിനെക്കുറിച്ചും ഒക്കെ അറിയുന്നത്. വിവാഹിതനാകുന്നതിന് മുൻപ് തന്നെ ഉണ്ടാകുന്ന കുഞ്ഞ്, അതിനു മുൻപ് തന്നെ അച്ഛനാകാൻ പോകുന്നു. സൊളോവൈൻ പറയുന്നത്, ഇത് നിങ്ങൾക്ക് വലിയൊരു ബാധ്യതയാണ്. നിങ്ങൾ എന്തിനാണ് ഈ ബാധ്യത ഏറ്റെടുക്കുന്നത്? നിങ്ങൾ നാളെ ലോകം അറിയാൻ പോകുന്ന ഒരു പ്രഗത്ഭനായിട്ടുള്ള ഗവേഷകനാണ്, ഒരു ശാസ്ത്രജ്ഞനാണ്. നിങ്ങൾക്കിതൊരു തടസ്സമായിട്ട് മാറുകയാണ്. നിങ്ങൾക്ക് ചെറിയ പ്രായം മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ പ്രായത്തിലുള്ള ആളുകളെ നോക്കുക, നിങ്ങളുടെ അത്ര പോലും ഇമാജിനേഷൻ ഇല്ലാത്ത ആളുകളെ നോക്കുക. നാളെ അവർ ലോകം കീഴടക്കും, പക്ഷേ നിങ്ങൾക്ക് കീഴടക്കാൻ സാധിക്കില്ല. അതിൻ്റെ കാരണം ഈ തടസ്സം തന്നെയാണ്. നിങ്ങൾ പറയുന്നത്, ഞാൻ ജീവന് തുല്യം സ്നേഹിക്കുന്ന എൻ്റെ പെണ്ണിനെക്കുറിച്ചും എനിക്കിപ്പോൾ പിറന്ന എൻ്റെ കുഞ്ഞിനെക്കുറിച്ചുമാണ്. ഐൻസ്റ്റീൻ വളരെ ഇമോഷണലായിട്ടാണ് ഈ കാര്യം പറയുന്നത്. സൊളോവൈൻ പറയുന്നത്, നിങ്ങളത് ഉപേക്ഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവർക്ക് മാസാമാസം നിങ്ങളൊരു തുക എത്തിച്ചു കൊടുക്കുക, അവരത് ഉപയോഗിച്ച് ജീവിച്ചുകൊള്ളും. നിങ്ങൾക്ക് നിങ്ങളുടെ അത്ഭുത ലോകത്തേക്കുള്ള യാത്ര തുടർന്നു കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. പക്ഷേ ഐൻസ്റ്റീൻ അത് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമായിരുന്നില്ല. എനിക്ക് അത്തരത്തിലുള്ളൊരു ജീവിതം ആവശ്യമില്ല. എൻ്റെ സന്തോഷം എന്ന് പറയുന്നത് എൻ്റെ ഭാര്യയും എൻ്റെ കുഞ്ഞുമാണ്. അതുകൊണ്ട് എനിക്ക് എത്രയും പെട്ടെന്ന് അവിടേക്ക് പോകണം. അതുകൊണ്ട് കുറച്ച് നാളത്തേക്ക് രാത്രി കാലങ്ങളിൽ നിങ്ങൾക്ക് എന്നെ പ്രതീക്ഷിക്കാൻ സാധിക്കില്ല, ഞാനിവിടെ ഉണ്ടായിരിക്കുന്നതല്ല. ഇത്രയും പറഞ്ഞ് തൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്കുള്ള യാത്രയിലാണ് ഐൻസ്റ്റീൻ. അവിടെ ചെന്ന് അത്യാവശ്യമായിട്ടുള്ള ചില തുണികളൊക്കെ എടുത്തുകൊണ്ട് സെർബിയയിലേക്കുള്ള ട്രെയിൻ കയറണം. പക്ഷേ അപ്പാർട്ട്മെൻറ്റിൻ്റെ മുൻപിലായി പരിചയമുള്ള ഒരു രൂപം അയാൾക്ക് കാണാൻ സാധിച്ചു. അതൊരു പെൺകുട്ടിയുടെ രൂപമാണ്. വളരെ അടുത്തെത്തിയപ്പോൾ അയാൾക്ക് വ്യക്തമായി അത് മായയാണ്, അയാളുടെ അനിയത്തിയാണ്. മായയെ കണ്ടപ്പോൾ അയാൾക്ക് അത്ഭുതം തോന്നി. എന്തുകൊണ്ടാണ് നീ ഇവിടെ വന്നിരിക്കുന്നത്? എന്താണ് കാരണം? അച്ഛനും അമ്മയും എന്തേ? മായയ്ക്ക് പറയാനുണ്ടായിരുന്നത് വിഷമകരമായിട്ടുള്ള ഒരു വാർത്തയാണ്. അച്ഛന് തീരെ സുഖമില്ല, എപ്പോൾ വേണമെങ്കിലും മരണം സംഭവിക്കാം. അച്ഛന് ഐൻസ്റ്റീനെ ഒന്ന് കാണണം. ആ സമയത്ത് മെലേവയെക്കുറിച്ചും കുഞ്ഞിനെക്കുറിച്ചുമുള്ള കാര്യങ്ങളൊക്കെ അയാൾ മറന്നു പോവുകയാണ്. അയാളുടെ ലക്ഷ്യം മരിക്കുന്നതിന് മുൻപ് തൻ്റെ പ്രിയപ്പെട്ട പിതാവിനെ ഒന്ന് കാണുക എന്നതാണ്. അയാൾ അവിടേക്ക് തന്നെ യാത്ര പുറപ്പെട്ടു. പിതാവിനെ പോയി കണ്ടു. രോഗശയ്യയിലാണ്, തളർന്ന കിടപ്പിലാണ്. ഐൻസ്റ്റീൻ അച്ഛനുമായിട്ട് കുറേയധികം നേരം സംസാരിക്കുകയുണ്ടായി. സംസാരത്തിൽ പൊതുവെ നടക്കുന്ന പല കാര്യങ്ങളും അയാൾ ഉൾപ്പെടുത്തി. 1901, അതായത് വെറും 3 വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ സംഭവിച്ചിട്ടുള്ള ഒരു അത്ഭുതത്തെക്കുറിച്ച് പറഞ്ഞു. റോൺജൻ എന്ന ഗവേഷകൻ എക്സ്റേ കണ്ടെത്തിയിരിക്കുന്നു. അയാൾക്ക് ആദ്യത്തെ നൊബേൽ പുരസ്കാരം ലഭ്യമായിരിക്കുകയാണ്. ആദ്യമായിട്ടാണ് അത്തരത്തിലുള്ളൊരു പുരസ്കാരം കൊടുക്കുന്നത്. വലിയ രീതിയിലുള്ള പ്രശസ്തി കിട്ടുമെന്ന് മാത്രമല്ല, വലിയ രീതിയിലുള്ള പണമാണ് ആ സമ്മാനത്തോടൊപ്പം ലഭ്യമാകുന്നത്.
അപ്പോൾ പിതാവ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അധികം വൈകാതെ ആ ഒരു സമ്മാനം നമ്മുടെ കുടുംബത്തേക്കും എത്തിച്ചേരുന്നതാണ്. ഇത് കേട്ടപ്പോൾ ഐൻസ്റ്റീന് വലിയ വിഷമമാണ് തോന്നിയത്. അങ്ങനെയല്ല അച്ഛാ, അച്ഛൻ പറഞ്ഞതുപോലുള്ള ഒരു വ്യക്തി തന്നെയാണ് ഞാൻ കാണുന്നത് പലതും സ്വപ്നങ്ങളാണ്, ഒരിക്കലും നടക്കാത്ത സ്വപ്നങ്ങൾ. ആ സ്വപ്നങ്ങൾ കണ്ട് ഞാൻ എൻ്റെ ജീവിതം തന്നെ നശിപ്പിക്കുകയാണ്. എന്നെക്കൊണ്ട് അതിനൊന്നും സാധിക്കുകയില്ല. ഞാൻ തെറ്റിദ്ധരിക്കുകയാണ് ഞാൻ വലിയ ആരോ ആണെന്ന്. പക്ഷേ ഞാനൊരു സാധാരണക്കാരനാണ്. അച്ഛൻ പറഞ്ഞതുപോലെ അച്ഛൻ്റെ ഫാക്ടറിയിൽ ഒരു ജോലിക്കാരനായിട്ട് തുടർന്ന് പോകേണ്ട ഒരു വ്യക്തി മാത്രമായിരുന്നു. എന്നാൽ നീ അങ്ങനെയുള്ള ഒരു വ്യക്തിയല്ല. നിനക്ക് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. നീ അത്തരത്തിൽ കഴിവുള്ളൊരു വ്യക്തിയാണ്, അത്രയും ഡിറ്റർമിനേഷനുള്ളൊരു വ്യക്തിയാണെന്ന് ബോധ്യപ്പെടുത്താൻ അച്ഛൻ ശ്രമിക്കുന്നുണ്ട്. നീ നിൻ്റെ യാത്രകൾ തുടരുക. നിനക്ക് ആ പുരസ്കാരം ലഭ്യമാകും. ലോകം കണ്ട ഏറ്റവും മികച്ച ഒരു ശാസ്ത്രജ്ഞനായിട്ട് നീ മാറും. അത് അക്ഷരാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണ് ഉണ്ടായത്. പക്ഷേ ഐൻസ്റ്റീൻ അപ്പോഴും അത് ഉൾക്കൊള്ളാൻ സാധിക്കുമായിരുന്നില്ല. അയാൾ അത്തരത്തിൽ തകർന്നു പോയിരുന്ന ഒരു നിമിഷം കൂടിയായിരുന്നു അത്. അവരുടെ സംഭാഷണങ്ങൾക്കിടയിൽ അച്ഛൻ അവളെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്, മെലേവയെക്കുറിച്ച്, മെലേവയിൽ ഉണ്ടാകുന്ന കുഞ്ഞിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഐൻസ്റ്റീൻ പറയുന്നത്, അമ്മയ്ക്ക് ഒട്ടും തന്നെ അവളെ ഇഷ്ടമല്ല, അവളെ ഉപേക്ഷിക്കാനാണ് അമ്മ പറയുന്നത്, പകരം മെറിയെ കെട്ടാനാണ് പറയുന്നത്. അച്ഛൻ പറയുന്നത്, അങ്ങനെ ചെയ്യരുത്, നീ സ്നേഹിക്കുന്ന, നിന്നെ സ്നേഹിക്കുന്ന വ്യക്തിയാണ്, അതൊരിക്കലും ഉപേക്ഷിക്കരുത്. ഒരാളുടെ ജീവിതത്തിൽ എപ്പോഴും അത്തരത്തിലുള്ള ഒരാളെ കിട്ടിയെന്ന് വരികയില്ല. ഒരേ രീതിയിൽ ചിന്തിക്കുന്ന വ്യക്തികൾ, അത് അത്ഭുതമായിട്ട് മാത്രമേ സംഭവിക്കുകയുള്ളൂ. ഇതൊരിക്കലും ഉപേക്ഷിക്കരുത്. നീ എത്ര ഉയരത്തിലെത്തിയാലും ഒരു കാര്യം ഓർക്കണം, ഏറ്റവും വലുത് കുടുംബമാണ്. നമ്മൾ എവിടെയൊക്കെ പടവെറ്റി നേടിയാലും ഒടുവിൽ നമ്മൾ എത്തിച്ചേരേണ്ടത് ആ ഒരു കുടുംബത്തിലേക്കാണ്. നീ അവളെ കല്യാണം കഴിക്കുക, അവൾ ഉണ്ടാകുന്ന കുഞ്ഞ്, ആ കുഞ്ഞ് നമ്മുടെ കുഞ്ഞാണ്. അത്തരത്തിൽ ഒരുപാട് കുഞ്ഞുങ്ങൾ നിങ്ങൾക്കുണ്ടാകണം, ഒരു വലിയ കുടുംബം നിങ്ങൾ ഉണ്ടാക്കുക. ഇത്രയും കാര്യങ്ങളാണ് ആ സംഭാഷണത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷേ അന്ന് ആ നേരം വെളുപ്പിക്കാൻ ആ അച്ഛനുണ്ടായിരുന്നില്ല. അയാൾ മരണമടയുകയായിരുന്നു. ഒരു മകൻ ചെയ്യേണ്ട അവസാനഘട്ട കർമ്മങ്ങൾ ഉണ്ടായിരുന്നു. അതിനുവേണ്ടി അയാൾ അവിടെ തുടർന്ന് പോവുകയാണ് ഉണ്ടായത്. കുറച്ച് ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി. അയാൾ വീട്ടിൽ തന്നെയാണ്. ഷോടക്കെല്ലാം കഴിഞ്ഞു. ബന്ധുക്കളൊക്കെ വന്ന് കാണുന്നുണ്ട്. ചിലരൊക്കെ ആ ദിവസങ്ങളിൽ തന്നെ വന്ന് കണ്ടു. ചിലരൊക്കെ പല ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് വരുന്നത്. പല ദിവസങ്ങളിലായിട്ട് നടത്തേണ്ട പല കർമ്മങ്ങളുമുണ്ട്. അങ്ങനെ ഇരിക്കെ സെർബിയയിൽ നിന്നും ഒരു ടെലഗ്രാം കൂടി ഐൻസ്റ്റീന് ലഭിക്കുന്നുണ്ട്. വളരെ ഞെട്ടിക്കുന്നൊരു വാർത്തയാണ് ഇത്തവണ അയാളെ അറിയിക്കാനുള്ളത്. ആ ടെലഗ്രാമിന് ആദ്യം ലഭിച്ചത് ഒരു കുഞ്ഞ് ജനിച്ചു എന്നുള്ള വാർത്തയാണെങ്കിൽ രണ്ടാമത്തെ ടെലഗ്രാം ആ കുഞ്ഞ് മരിച്ചു എന്നുള്ള ഒരു വാർത്തയാണ്. കുഞ്ഞ് മരിച്ചു എന്ന് മാത്രമല്ല, കുഞ്ഞിൻ്റെ അടക്കവും കഴിഞ്ഞിരിക്കുന്നു. അനിയത്തി മായയ്ക്ക് പറയാനുണ്ടായിരുന്നത് ഒരു സാധ്യതയെക്കുറിച്ചാണ്. ഈ മരണം ഒരുപക്ഷെ നിങ്ങളുടെ മുൻപിൽ ഒരു വലിയ സാധ്യതയുടെ വാതിലായിരിക്കും തുറന്നിട്ടുണ്ടായിരിക്കുക. ഐൻസ്റ്റീനും മെലേവയ്ക്ക് അവളുടെ പഠനങ്ങളിലേക്ക് തിരികെ പോകാനുള്ള ഒരു സാധ്യത, ഐൻസ്റ്റീന് ശാസ്ത്രലോകത്തേക്കുള്ള ഒരു വാതിൽ. അത് വിദഗ്ധമായിട്ട് തന്നെ ഉപയോഗിക്കുക. രണ്ടു പേർക്കും പ്രയോജനം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. ഇതേ കാര്യങ്ങൾ തന്നെ അങ്ങ് സെർബിയയിൽ മെലേവയുടെ അച്ഛനും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ കുഞ്ഞിൻ്റെ മരണം, അത് നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല, ഒട്ടും ആഗ്രഹിച്ചിരുന്നുമില്ല. ഇത് ഒരു പക്ഷേ നിനക്കൊരു സാധ്യതയുടെ വാതിലാണ് തുറന്നു തരുന്നത്. നിനക്ക് നിൻ്റെ ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്യാം. ഇപ്പോൾ നിനക്കൊരു ബാധ്യതയുമില്ല, ആരും നിന്നെ ചോദ്യം ചെയ്യാനില്ല. പിന്നീട് നമുക്ക് മെലേവയെ കാണാൻ സാധിക്കുന്നത് ഒരു റെയിൽവേ സ്റ്റേഷനിലാണ്. തിരക്കേറിയ ഒരു റെയിൽവേ സ്റ്റേഷൻ. ഒരു പുതിയ ജീവിതം തുടങ്ങുകയാണ്. ആ പുതിയ ജീവിതത്തിൽ അവളോടൊപ്പം ആരെങ്കിലും ഉണ്ടായിരിക്കുമോ? അതിൻ്റെ ഉത്തരം അല്പം കഴിയുമ്പോൾ തന്നെ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. അല്പനേരം കഴിയുമ്പോൾ ആ പ്ലാറ്റ്ഫോമിലൂടെ ഓടിക്കൊണ്ട് ഒരു ചെറുപ്പക്കാരൻ ഓടി വരികയാണ്. അയാളുടെ പേര് ആൽബർട്ട് ഐൻസ്റ്റീൻ എന്നാണ്. അയാൾ അവളുടെ അടുത്തെത്തി. അവൾക്ക് വലിയ രീതിയിലുള്ള ദേഷ്യവും അരിശവും ഉണ്ടായിരുന്നു. കുഞ്ഞ് ജനിക്കുമ്പോൾ തൻ്റെ ഒപ്പം ഉണ്ടായിരിക്കേണ്ട ആ കുഞ്ഞിൻ്റെ പിതാവ് ഒപ്പം ഉണ്ടായിരുന്നില്ല. കുഞ്ഞ് ജനിച്ചപ്പോൾ തന്നെ ആ വാർത്ത അറിയിച്ചതാണ്. അത് കേൾക്കുമ്പോൾ ഓടി ഇവിടെ എത്തി ആ കുഞ്ഞിനെ ഒന്ന് എടുക്കേണ്ടതാണ്. അപ്പോഴും എത്തിയിട്ടില്ല. ആ കുഞ്ഞ് വേർപെട്ട് പോയിരിക്കുന്നു. അപ്പോഴും ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും ആളുണ്ടായിരുന്നില്ല. പിന്നെ എന്തിനാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? തൻ്റെ പിതാവിൻ്റെ വേർപാട് അവളെ അറിയിച്ചു. പിതാവിനെ അവസാനമായിട്ടൊന്ന് കാണണമായിരുന്നു. അതിനുശേഷവും എനിക്ക് കുഞ്ഞിനെ കാണാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു. അപ്പോഴാണ് പിതാവിൻ്റെ മരണം സംഭവിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ്
എനിക്ക് നിന്നിലേക്ക് എത്തിച്ചേരാൻ അല്പം വൈകേണ്ടി വന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഐൻസ്റ്റീൻ എല്ലാവരുടെയും മുൻപിൽ വെച്ച് മുട്ടുകുത്തിയിരിക്കുകയാണ്. മുട്ടുകുത്തി ഇരുന്നു കൊണ്ട് അവളുടെ കൈകൾ പിടിച്ച് ആ കൈകളിൽ ചുംബിച്ചുകൊണ്ട് അവളെ പ്രപ്പോസ് ചെയ്യുകയാണ്. നമുക്ക് വിവാഹിതരാകാം. 1903 അവർ വിവാഹിതരാവുകയാണ്. ആ വിവാഹവേളയിൽ അതിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് രണ്ട് വ്യക്തികൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഒന്ന് സൊളവൈനും മറ്റൊന്ന് കോൺറാഡും, ഐൻസ്റ്റീൻ്റെ ആ ഘട്ടത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ. അവർ ഒരു വീട് വാടകയ്ക്കെടുത്ത് അവിടെ അവരുടെ ജീവിതം ആരംഭിക്കുകയാണ്. പണം വളരെയധികം അത്യാവശ്യമായതുകൊണ്ട് മാത്രം ഒടുവിൽ മനസ്സോടുകൂടി ആ പേറ്റന്റ് ക്ലർക്കിൻ്റെ കുപ്പായം എടുത്തണിയുകയാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ. ഒരിക്കൽ മെലേവ ഉറക്കമുണരുമ്പോൾ തൻ്റെ അടുത്ത് കിടക്കുന്ന തൻ്റെ ഭർത്താവ് ഒരു ശാസ്ത്ര പ്രബന്ധം വായിക്കുന്നതായിട്ടാണ് കാണുന്നത്. അയാളുടെ മുഖത്ത് എന്തോ ഒരു സന്തോഷം നിഴലിക്കുന്നതായിട്ട് മെലേവയ്ക്ക് വ്യക്തമായിട്ട് കാണാം. കാര്യം തിരക്കിയപ്പോഴാണ് ഫിലിപ്പ് ലെനാർഡിൻ്റെ ഒരു കണ്ടെത്തലിനെ കുറിച്ച് പരാമർശിക്കുന്നത്. ഒരു വലിയ കണ്ടെത്തൽ നടത്തിയിരിക്കുകയാണ് ഫിലിപ്പ് ലെനാർഡ്. ഫിലിപ്പ് ലെനാർഡിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് പരാമർശിച്ചിരുന്നു. ഇനിയും ഒരുപാട് തവണ വന്നു പോകുമെന്ന് പറഞ്ഞിരുന്ന അതേ പേര് തന്നെയാണ്. ആ പേര് വീണ്ടും എത്തിയിരിക്കുകയാണ്. ഫിലിപ്പ് ലെനാർഡ് ഒരു വലിയ കണ്ടെത്തൽ നടത്തിയിരിക്കുന്നു. പ്രകാശത്തെ ഒരു മെറ്റലിലേക്ക് അടിക്കുമ്പോൾ ആ മെറ്റലിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിക്കുന്നു. എന്തുകൊണ്ടാണ് ആ മാറ്റം സംഭവിക്കുന്നത്, എങ്ങനെയാണ് ആ മാറ്റം സംഭവിക്കുന്നതെന്നും പരാമർശിച്ചിട്ടില്ല. പക്ഷേ അത് കണ്ടെത്താൻ ഐൻസ്റ്റീന് സാധിക്കുമെന്ന് ഐൻസ്റ്റീൻ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ തൻ്റെ ജോലി തിരക്ക്, രാവിലെ മുതൽ വൈകുന്നേരം വരെ അയാൾ ജോലിയിൽ തന്നെയാണ്. പേറ്റന്റ് ക്ലർക്കിൻ്റെ ജോലി വളരെ തിരക്കേറിയ ഒരു ജോലി തന്നെയാണ്. അത്യാവശ്യം നല്ല ശമ്പളവും ആ ജോലിയിൽ നിന്ന് സമ്പാദിക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ അതിനിടയിൽ ശാസ്ത്ര ഗവേഷണങ്ങൾ നടത്താനുള്ള അവസരം ലഭ്യമാകുന്നില്ല. അങ്ങനെയല്ലായിരുന്നുവെങ്കിൽ, തിരക്കുകളില്ലായിരുന്നുവെങ്കിൽ ഫിലിപ്പ് ലെനാർഡ് മുന്നോട്ട് വെക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ കണ്ടെത്താൻ ആൽബർട്ട് ഐൻസ്റ്റീന് സാധിക്കുമായിരുന്നു. ഇത് പറയുന്ന സമയത്താണ് മെലേവ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നത്. ഓഫീസിലേക്ക് പോകാനുള്ള സമയമായി, എത്രയും പെട്ടെന്ന് പോകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുക. ഐൻസ്റ്റീൻ ചാടി എഴുന്നേറ്റ് പോവുകയാണ് തൻ്റെ തിരക്കുകളിലേക്ക്. വിവാഹം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞ്, അതായത് 1904 മെലേവയ്ക്കും ഐൻസ്റ്റീനും ഒരു ആൺകുഞ്ഞു കൂടി ജനിക്കുന്നുണ്ട്. ഹാൻസ് എന്നാണ് ആ ആൺകുട്ടിയുടെ പേര്. ആ ആൺകുഞ്ഞിനെ നോക്കാനായിട്ട് മെലേവയുടെ മാതാവും പിതാവും സെർബിയയിൽ നിന്നും ഇവിടേക്ക് എത്തിച്ചേരുന്നുമുണ്ട്. അവർ ഒന്നിച്ചാണ് ഇപ്പോൾ ജീവിക്കുന്നത്. ഇവിടെ ഫിലിപ്പ് ലെനാർഡിൻ്റെ ഒരു കാര്യം കൂടി പരാമർശിക്കേണ്ടതായിട്ടുണ്ട്. ഫിലിപ്പ് ലെനാർഡ് കൊണ്ടുപിടിച്ച് ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരൊറ്റ ലക്ഷ്യത്തിന് വേണ്ടിയാണ്. അത് നൊബേൽ പുരസ്കാരത്തിന് വേണ്ടിയാണ്. ആദ്യമായിട്ട് നൊബേൽ പുരസ്കാരം ലഭ്യമായ എക്സ്റേയുടെ കണ്ടെത്തൽ, അതിന് റോൺജനാണ് നോബൽ പ്രൈസ് ലഭ്യമായത്. പക്ഷേ അതിന് മുൻപ് തന്നെ ഫിലിപ്പ് ലെനാർഡ് ഈ എക്സ്റേ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് എക്സ്റേ ആണെന്നും അത് വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്പെക്ട്രത്തിൽപ്പെട്ട ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ആണെന്നും അതുപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള അസ്ഥികളുടെ ചിത്രം എടുക്കാൻ സാധിക്കുമെന്നും മനസ്സിലാക്കാൻ ലെനാർഡിന് സാധ്യമായിരുന്നില്ല. അത് സാധ്യമാക്കിയത് റോൺജനാണ്. പക്ഷേ റോൺജനെ ഈ ഒരു ബഹുമതിക്ക് വേണ്ടി പരിഗണിക്കുന്ന സമയത്ത് തന്നെ ലെനാർഡ് ഫിലിപ്പ് ചില പൊളിറ്റിക്കൽ പ്രഷറൊക്കെ നടത്താൻ ശ്രമിച്ചിരുന്നു. ഈ അവാർഡ് ശരിക്കും കിട്ടേണ്ടത് റോൺജനല്ല, ഇത് ആദ്യം തന്നെ കണ്ടെത്തിയത് ഞാനാണ്, എൻ്റെ കയ്യിൽ നിന്നും ഇതിന് ആവശ്യമായിട്ടുള്ള എക്യുപ്മെൻറ്റും മറ്റും റോൺജൻ സ്വീകരിച്ചിട്ടുണ്ട്, തൻ്റെ കുറേ അധികം റെഫറൻസുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്, എല്ലാ സഹായവും ചെയ്തു കൊടുത്തിട്ട് മാത്രമാണ് റോൺജന് ഈ കണ്ടെത്തലിലേക്ക് എത്തിച്ചേരാൻ സാധ്യമായിരിക്കുന്നത്. ഇത്തരത്തിലൊക്കെയാണ് നൊബേൽ കമ്മിറ്റിക്ക് മുമ്പിൽ അയാൾ പരാമർശിക്കുന്നത്. പക്ഷേ ശരിക്കും എക്സ്റേ ഇങ്ങനെ ഒരു സാധ്യതയുള്ള ഒരു കണ്ടെത്തലാണെന്ന് കണ്ടുപിടിക്കുന്നത് റോൺജൻ ഒറ്റയ്ക്കാണ്. റോൺജന് മാത്രമാണ് അതിന് സാധ്യമായത്. അല്ലാതെ ഫിലിപ്പ് ലെനാർഡിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ ഒന്നും അവിടെ ഇല്ല. ഫിലിപ്പ് ലെനാർഡ് മാത്രമല്ല, എക്സ്റേ ഇതിനു മുമ്പ് നടത്തിയിട്ടുള്ള പല ഗവേഷണങ്ങളിലും കണ്ടെത്തിയിട്ടുള്ളതാണ്. പക്ഷേ അത് എക്സ്റേ ആണെന്ന് മനസ്സിലാക്കാനും അതിനിങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടെന്ന് തെളിയിക്കാനും സാധ്യമായ ഒരേ ഒരു വ്യക്തി റോൺജൻ തന്നെയാണ്. പക്ഷേ അല്പം കുശാഗ്ര ബുദ്ധിക്കാരനായിട്ടുള്ളൊരു വ്യക്തിയാണ് ഫിലിപ്പ് ലെനാർഡ്. എങ്ങനെയും ആളുകളെ ചതിച്ചിട്ടാണെങ്കിൽ പോലും അവാർഡ് നേടുക, പ്രശസ്തി നേടുക എന്നൊക്കെയുള്ള ഒരു ചിന്ത അയാളിലുണ്ട്. അതിനെല്ലാം ഉപരിയായിട്ട് അയാൾ ജൂതന്മാരെ വലിയ രീതിയിൽ വെറുക്കുന്നുമുണ്ട്. ഈ ഒരു കാലഘട്ടത്തിൽ ഹിറ്റ്ലറിൻ്റെ ഒരു താരോദയം ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് കാണാം. പക്ഷേ അതിനു മുൻപ് തന്നെ ജൂതന്മാർക്കെതിരെ ഉള്ള ഒരു വികാരം പലരിലും ഉണ്ടായിരുന്നു, പ്രത്യേകിച്ചും ജർമ്മനിയിലുള്ള പലരിലും. ആ കൂട്ടത്തിൽപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ് ഫിലിപ്പ് ലെനാർഡ്. ഐൻസ്റ്റീൻ ഇപ്പോൾ വലിയ ജോലിയിലാണ്, വലിയ തിരക്കേറിയ ഒരു ജോലിയാണ്. മാനേജർ ഇടയ്ക്ക് വന്ന് പല ഓർഡറുകളും നൽകുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ഇത്രയും ഫയലുകൾ തീർപ്പ് കൽപ്പിക്കണം, എന്നിട്ട് മാത്രമേ ഇന്ന് പോകാവൂ എന്നുള്ള കർശനമായിട്ടുള്ള ഓർഡർ ഐൻസ്റ്റീന് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഐൻസ്റ്റീന് അന്നും വൈകുന്നേരം ഒരാളെ കാണാനുണ്ടായിരുന്നു. മാനേജറോട് ഒരുപാട് അപേക്ഷിച്ചതാണ്,
എനിക്കിന്ന് അല്പം നേരത്തെ പോകണമെന്ന്. പക്ഷേ അയാൾ അത് ചെവിക്കൊണ്ടില്ല. ഇത് തീർത്തിട്ട് മാത്രം ഇവിടെ നിന്ന് പോയാൽ മതി. ഐൻസ്റ്റീൻ ആരെയാണ് കാണാനുണ്ടായിരുന്നത്? ഐൻസ്റ്റീന് ഒരു പ്രൊഫസറെ കാണണമായിരുന്നു. ആ പ്രൊഫസറോട് തൻ്റെ ഒരു ഐഡിയ പറയണമായിരുന്നു. അയാളുടെ കീഴിൽ PhD ചെയ്യാനുള്ള ഒരു അനുമതി കരസ്ഥമാക്കണമായിരുന്നു. പക്ഷേ അന്ന് വളരെയധികം വൈകി മാത്രമാണ് അയാൾക്ക് ഓഫീസിൽ നിന്നും വെളിയിലിറങ്ങാൻ സാധ്യമായത്. ഒരു റെസ്റ്റോറൻറ്റിൽ വെച്ച് കാണാമെന്നാണ് ആ പ്രൊഫസർ കത്തിലൂടെ ഐൻസ്റ്റീനെ അറിയിച്ചിരുന്നത്. പക്ഷേ ഐൻസ്റ്റീൻ ആ റെസ്റ്റോറൻറ്റിലേക്ക് എത്തിച്ചേർന്നപ്പോൾ 1 മണിക്കൂർ വൈകിയിരുന്നു. ഐൻസ്റ്റീനെ കണ്ടപ്പോൾ ക്ഷുഭിതനായി അയാൾ അവിടെ നിന്നും ഇറങ്ങിപ്പോകാൻ ശ്രമിച്ചു. എനിക്ക് ഒരു 10 മിനിറ്റ് മാത്രം നൽകിയാൽ മതി, എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വളരെ വിശദമായി തന്നെ അവതരിപ്പിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ആ പ്രൊഫസർ 10 മിനിറ്റ് അല്ല, പകരം 1 മിനിറ്റ് മാത്രമാണ് ഐൻസ്റ്റീന് കൊടുക്കുന്നത്. ഐൻസ്റ്റീന് വലിയൊരു ആശയമാണ് അവിടെ പറയാനുണ്ടായിരുന്നത്. പക്ഷേ അത് 10 മിനിറ്റ് കൊണ്ടോ 1 മണിക്കൂർ കൊണ്ടോ ഒക്കെ പറയാൻ സാധിക്കുന്നതായിരുന്നില്ല. എങ്കിൽ പോലും 1 മിനിറ്റിനുള്ളിൽ തന്നെ അതിനെക്കുറിച്ച് പറയാൻ അയാൾ ശ്രമിക്കുകയുണ്ടായി. അയാൾ പറഞ്ഞത് പ്രകാശത്തെക്കുറിച്ചാണ്. പ്രകാശത്തിന് ഒരു തരംഗ സ്വഭാവം മാത്രമല്ല ഉള്ളത്. 200 വർഷങ്ങൾക്ക് മുമ്പ് ഹ്യൂഗെയിൻ അതിനൊരു തരംഗ സ്വഭാവമുണ്ടെന്ന് കണ്ടെത്തി. എന്നാൽ ഒരേ സമയത്ത് തരംഗ സ്വഭാവവും അതുപോലെ പാർട്ടിക്കിൾ നേച്ചറും കാണിക്കുന്ന വിചിത്രമായിട്ടുള്ള ഒരു പ്രതിഭാസം, അതാണ് പ്രകാശം. ഇത് കേട്ടപ്പോൾ ആ പ്രൊഫസർ ശരിക്കും ഒന്ന് ഞെട്ടിപ്പോയി. കാരണം ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ഡോക്ടറേറ്റ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ആശയം, ആ ആശയം വലിയൊരു സംഭവം തന്നെയാണ്. 200 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുള്ള ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ശാസ്ത്രം, ആ ശാസ്ത്രത്തെ പൊളിച്ചെഴുതുന്ന രീതിയിലുള്ള ഒരു കോൺസെപ്റ്റാണ് ഐൻസ്റ്റീൻ തൻ്റെ മുൻപിൽ വെച്ച് പറഞ്ഞിരിക്കുന്നത്. അത് സാധൂകരിക്കുന്ന ചില കാര്യങ്ങൾ കൂടി അവതരിപ്പിക്കാൻ ഐൻസ്റ്റീൻ മുതിരുന്നുണ്ട്. ഈ അടുത്തിടയ്ക്ക് പ്രസിദ്ധീകരിച്ചു വന്ന ലെനോർഡ് ഫിലിപ്പിൻ്റെ ഒരു കണ്ടെത്തൽ, ആ കണ്ടെത്തലിൽ പറയുന്നത് പ്രകാശം ഒരു മെറ്റലിൽ വന്ന് തട്ടുമ്പോൾ ആ മെറ്റലിൽ ചില മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടെന്നാണ്. അതിൻ്റെ അർത്ഥം തരംഗം മാത്രമല്ല, അതൊരു പാർട്ടിക്കിൾ കൂടിയാണ്. അതുകൊണ്ടാണ് അവിടെ ചില മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. നമുക്ക് അത്തരത്തിലുള്ളൊരു ഗവേഷണം നടത്താം. പക്ഷേ പ്രൊഫസർ ഇത് അംഗീകരിക്കുന്നില്ല. നീ ഒട്ടും തന്നെ സീരിയസ് അല്ല. ഒരു PhDക്ക് വേണ്ടി ചെയ്യേണ്ട വിഷയമാണോ ഇത്? ഇങ്ങനൊരു വിഷയം തന്നെ അസാധ്യമാണ്. കാരണം 200 വർഷം പഴക്കമുള്ള അടിസ്ഥാനപരമായിട്ടുള്ളൊരു ശാസ്ത്രമാണ്. അത് തെറ്റാണെന്ന് വാദിക്കാനോ തെളിയിക്കാനോ ആർക്കും തന്നെ സാധിക്കുന്നതല്ല. കാരണം അതൊരു ഫണ്ടമെൻ്റൽ ലോയാണ്. പ്രകാശത്തിന് തരംഗ സ്വഭാവമാണ്. ഐൻസ്റ്റീൻ്റെ ആ അപേക്ഷ അയാൾ അപ്പോൾ തന്നെ റിജക്റ്റ് ചെയ്യുകയാണ്. വലിയ നിരാശനായിട്ട് തന്നെയാണ് തിരികെ മടങ്ങി വീട്ടിലേക്ക് ഐൻസ്റ്റീൻ എത്തിച്ചേരുന്നത്. മെലേവ അയാളെ ആശ്വസിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു ഡോക്ടറേറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല, നമുക്ക് തന്നെ ഇതൊരു ശാസ്ത്ര പ്രബന്ധമായിട്ട് പബ്ലിഷ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഗവേഷകർ അതെടുത്ത് വായിക്കുന്നതാണ്. അവർ നമ്മളെ അന്വേഷിച്ച് ഇവിടേക്ക് വരുന്നതാണ്. അവരുടെ റിസർച്ച് ലാബിൽ ഗവേഷണങ്ങൾ നടത്താനുള്ള ഒരു അവസരം അവർ ഒരുക്കി തരുന്നതാണ്. പക്ഷേ ഐൻസ്റ്റീന് ചില പോരായ്മകളൊക്കെ ഉണ്ടായിരുന്നു. ഐൻസ്റ്റീന് മാത്രമല്ല, ഒറ്റയ്ക്ക് ഇത്തരത്തിൽ ശാസ്ത്ര പ്രബന്ധം പബ്ലിഷ് ചെയ്യുക എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ നിന്നല്ല, ഈ കാലഘട്ടത്തിൽ പോലും അല്പം പ്രയാസമുള്ള ഒരു കാര്യം തന്നെയാണ്. ഒരു യൂണിവേഴ്സിറ്റിയിലാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ആ ഗവേഷണത്തിന് ആവശ്യമായിട്ടുള്ള പല കാര്യങ്ങളും യൂണിവേഴ്സിറ്റി തന്നെ നടത്തി തരുന്നതാണ്. മറ്റ് അസോസിയേറ്റ്സ് നമ്മളോടൊപ്പം പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ജോലി ഭാരവും പലവർക്കായിട്ട് നമുക്ക് വീതിച്ച് കൊടുക്കാൻ സാധിക്കുന്നതുമാണ്. ഐൻസ്റ്റീൻ മാത്സിൽ അത്ര വിദഗ്ധനൊന്നുമല്ല, ഒരു മികച്ച മാത്തമാറ്റീഷ്യൻ തന്നെയാണ്. പക്ഷേ ഗവേഷകരെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇത്തരത്തിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ശാസ്ത്ര തിയറികൾ മാത്തമാറ്റിക്കലി പ്രൂവ് ചെയ്യണമെങ്കിൽ അത് വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു മാത്തമാറ്റീഷ്യനെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. മെലേവ പറഞ്ഞു, അത് ഞാൻ പ്രൂവ് ചെയ്തു തരാം. എനിക്ക് മാത്സ് കൂടുതലായിട്ട് വഴങ്ങും. കൂടാതെ ഈ ശാസ്ത്ര ജേണൽ എഴുതുന്നതിലും ഞാൻ വലിയൊരു സഹായം ചെയ്തു തരാം. നമുക്ക് ഒന്നിച്ച് പ്രവർത്തിച്ച് ശാസ്ത്ര പ്രബന്ധം പ്രസിദ്ധീകരിക്കാം. അങ്ങനെ അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിക്കുകയാണ്. കുഞ്ഞിനെ മെലേവയുടെ അച്ഛനും അമ്മയും നോക്കുന്നുണ്ട്. ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് ആ ശാസ്ത്ര പ്രബന്ധം എഴുതാനുള്ള ശ്രമമാണ്. മെലേവ രാവിലെയുള്ള സമയങ്ങളിലൊക്കെ ലൈബ്രറിയിൽ ചെലവഴിക്കുന്നത് പതിവാക്കി. അവിടെ നിന്നും അവൾ പുസ്തകങ്ങൾ കളക്ട് ചെയ്ത് നോട്ടുകൾ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. ഇതേ സമയത്ത് പേറ്റന്റ് ഓഫീസിൽ തന്നെ ജോലി തിരക്കുകളുടെ ഇടയിൽ പല ഡെറിവേഷനുകളും നടത്താനുള്ള ശ്രമങ്ങൾ പോലും ഐൻസ്റ്റീൻ നടത്തുന്നുണ്ട്. ചില സമയങ്ങളിലൊക്കെ അത് പിടിക്കപ്പെടുന്നുമുണ്ട്. പലപ്പോഴും വാണിംഗ് കൊടുത്ത് വിടുകയാണ് ചെയ്യുന്നത്. ഇനി ഇത് ആവർത്തിച്ചു കഴിഞ്ഞാൽ ഈ ജോലിയിൽ നിന്ന് തന്നെ പറഞ്ഞു വിടുമെന്നുള്ള വാണിംഗ് മാനേജർ കർശനമായി കൊടുക്കുന്നുണ്ട്. ഒടുവിൽ അവർ രണ്ടുപേരുടെയും പ്രവർത്തന ഫലമായി ആ പേപ്പർ പബ്ലിഷ് ചെയ്തു വന്നു. കുറേ ദിവസങ്ങൾ അവർ കാത്തിരുന്നു. ഏതെങ്കിലും ഒരു കോണിൽ നിന്ന് അവർക്ക് എന്തെങ്കിലും ഒരു കത്ത് ലഭിക്കും, അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് കാണുമെന്നുള്ള പ്രതീക്ഷയായിരുന്നു. പക്ഷേ ആരും തന്നെ അവരെ ഗവനിച്ചില്ല.
ശരിക്കും പറഞ്ഞാൽ ആ കാലഘട്ടങ്ങളിൽ പ്രസിദ്ധീകരിച്ചുകൊണ്ടിരുന്ന ശാസ്ത്ര പ്രബന്ധങ്ങളിൽ വെച്ച് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു ശാസ്ത്ര പ്രബന്ധം തന്നെയായിരുന്നു. എന്നാൽ ആ ശാസ്ത്ര പ്രബന്ധം എഴുതിയതാരാണ്? അത് വെറും ഒരു പേറ്റന്റ് ക്ലർക്ക് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം കാര്യമായിട്ട് ആരും അത് ഗവനിച്ചില്ല. എല്ലാ ശാസ്ത്ര പ്രബന്ധത്തിൻ്റെയും മുകൾ ഭാഗത്തായിട്ട് അത് എഴുതിയ ഓതേഴ്സിൻ്റെ പേര് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടായിരിക്കും. അതിൻ്റെ താഴെ അവരുടെ സ്ഥാനമാനങ്ങൾ, അവർ പ്രവർത്തിക്കുന്ന യൂണിവേഴ്സിറ്റിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും. പക്ഷേ ഐൻസ്റ്റീൻ അവിടെ ഒന്നും തന്നെ എഴുതാൻ ഉണ്ടായിരുന്നില്ല, വെറും ഒരു പേറ്റന്റ് ക്ലർക്ക്. അതുകൊണ്ട് തന്നെ ആരും അത് ശ്രദ്ധിക്കാതെ പോയി. പക്ഷേ അതുകൊണ്ടൊന്നും ഐൻസ്റ്റീൻ തളരുന്നില്ല, അല്ലെങ്കിൽ ഐൻസ്റ്റീനെ തളരാൻ അനുവദിക്കുന്നില്ല മെലേവ. മെലേവ പറയുന്നു, നമ്മൾ വീണ്ടും പേപ്പറുകൾ എഴുതും, ഒരെണ്ണം ഗവനിച്ചില്ലെങ്കിൽ എന്താ, വീണ്ടും എഴുതാനുള്ള കെൽപ്പ് നമുക്കുണ്ട്. ഇനി ഏതൊരു വിഷയത്തെക്കുറിച്ച് എഴുതും, അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളാണ് പിന്നീട് അവർ നടത്തിയത്. ഒരുപാട് പുസ്തകങ്ങൾ അവർ തിരിച്ചും മറിച്ചും ഒക്കെ നോക്കി. ഒരു നല്ല ആശയം അവർക്ക് കിട്ടണം. രാത്രി ഒരുപാട് വൈകിയിരിക്കുന്നു. ഉറങ്ങാതിരിക്കാനായിട്ട് അവിടെ പ്രത്യേകമായിട്ട് കാപ്പി ഉണ്ടാക്കി മെലേവയുടെ അമ്മ കൊണ്ടുവച്ചിട്ടുണ്ട്. ആ കാപ്പി ഒരു കോപ്പയിലേക്ക് പകർന്നുകൊണ്ട് അതിലേക്ക് ഒരു ഷുഗർ ക്യൂബ് എടുത്തിടുന്നുണ്ട് ഐൻസ്റ്റീൻ. ഐൻസ്റ്റീൻ സൂക്ഷിച്ച് നോക്കിയപ്പോൾ ആ ഷുഗർ ക്യൂബ് പതിയെ ലയിച്ച് ആ കാപ്പിയുടെ ഭാഗമായിട്ട് മാറുന്നതായിട്ട് കാണുന്നുണ്ട്. പെട്ടെന്നാണ് അയാളിലേക്ക് ഒരു ആശയം എത്തിച്ചേരുന്നത്. മോളിക്യൂൾസ്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഈ കാപ്പി എന്ന് പറയുന്ന ഒരു ഫ്ലൂയിഡാണ്. ആ ഫ്ലൂയിഡിലേക്ക് ഒരു പാർട്ടിക്കിൾ ഇടുമ്പോൾ ആ പാർട്ടിക്കിൾ ഫ്ലൂയിഡിൽ അലിഞ്ഞ് ആ ഫ്ലൂയിഡിൻ്റെ ഭാഗമായി മാറുന്നു. അതിൻ്റെ ഡെൻസിറ്റി വർദ്ധിക്കുകയാണ്. ആ ഡെൻസിറ്റി വർദ്ധിക്കുമ്പോൾ അവിടെയുള്ള മോളിക്യൂൾസ് തമ്മിലുള്ള ദൂരം എന്താണ്? മോളിക്യൂൾസ് ഉള്ള ആശയം, അതായത് ആറ്റങ്ങൾ പരസ്പരം കൂടിച്ചേർന്നുണ്ടാകുന്ന മോളിക്യൂൾസ്, ആ ആശയം നേരത്തെ തന്നെ ഉള്ളതാണ്. പക്ഷേ അത് ആർക്കും തെളിയിക്കാൻ സാധിക്കുമായിരുന്നില്ല. ആരും അത്തരത്തിലുള്ള മോളിക്യൂൾസിനെ കണ്ടിട്ടില്ല. ഇപ്പോൾ മൈക്രോസ്കോപ്പൊക്കെ ഉപയോഗിച്ച് നമുക്ക് മോളിക്യൂൾസിനെ ഇലക്ട്രോൺ ക്ലൗഡ് പോലും കാണാൻ സാധിക്കുന്നുണ്ട്. ഇലക്ട്രോണിനെ കാണാൻ സാധിക്കുന്നില്ല, ക്ലൗഡ് പക്ഷേ കാണുന്നുണ്ട്. ആ കാലഘട്ടത്തിൽ മോളിക്യൂൾസിനെ പോലും കണ്ടിട്ടില്ല. അപ്പോൾ ആ മോളിക്യൂൾസിൻ്റെ ഈ ഒരു എക്സിസ്റ്റൻസിനെ മാത്തമെറ്റിക്കലി പ്രൂവ് ചെയ്യാൻ സാധിച്ചാലോ? പിന്നീടുള്ള അവരുടെ ശ്രമങ്ങൾ ആ ഒരു കണ്ടെത്തലിന് വേണ്ടിയുള്ള ശ്രമങ്ങളായിരുന്നു. ഈ ശ്രമങ്ങൾ നടത്തുന്നതിനിടയിലാണ് മെലേവയുടെ അച്ഛനും അമ്മയ്ക്കും തിരികെ സെർബിയയിലേക്ക് പോകേണ്ടി വരുന്നത്. അച്ഛന് തൻ്റെ ജോലിയിലേക്ക് വീണ്ടും പ്രവേശിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ ഉപേക്ഷിച്ച് അവർക്ക് സെർബിയയിലേക്ക് പോകണം. പക്ഷേ മെലേവയ്ക്ക് അത് വലിയൊരു തിരിച്ചടി തന്നെയാണ്. തൻ്റെ ഭർത്താവിനെ ജോലിയിൽ അല്ലെങ്കിൽ ഈ പ്രോജക്റ്റുകളിലൊക്കെ സഹായിക്കാൻ സാധ്യമാകുന്നത് കുഞ്ഞിനെ മാതാവ് നോക്കുന്നത് കൊണ്ടാണ്. അടുക്കള ജോലികളും വീട്ടുകാര്യങ്ങളുമൊക്കെ മാതാവും പിതാവും ഒരുമിച്ച് ചെയ്യുന്നത് കൊണ്ടാണ്. പക്ഷേ അവരിവിടുന്ന് പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് മെലേവയ്ക്ക് ഗവേഷണങ്ങൾ ചെയ്യാൻ സാധ്യമാകുന്നത്? ആ കൊച്ചു കുഞ്ഞിനെ എങ്ങനെയാണ് മെലേവ ഒറ്റയ്ക്ക് നോക്കുന്നത്? ഈ കാര്യങ്ങളൊക്കെ അച്ഛനോടും അമ്മയോടും ഒക്കെ പറയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അച്ഛൻ അവിടെ നിന്ന് പോയേ മതിയാവുകയുള്ളൂ. അടുക്കളയിൽ ഒരു ജോലിക്കാരിയെ വെക്കുന്നതിന് വേണ്ടി നല്ലൊരു തുക തരാമെന്ന് അച്ഛൻ പറയുന്നുണ്ട്. മെലേവയ്ക്ക് അത് സന്തോഷമായി. പക്ഷേ ഐൻസ്റ്റീൻ ഇത് സ്വീകരിക്കുന്നില്ല. അത് വലിയൊരു തുക തന്നെയായിരുന്നു. അവർക്ക് എത്ര വർഷം വേണമെങ്കിലും 1-2 വേലക്കാരികളെ അവിടെ നിർത്താൻ സാധിക്കുന്ന അത്രയും വലിയ തുകയാണ്. ഐൻസ്റ്റീന് സ്ത്രീധനത്തോട് ഒട്ടും തന്നെ താല്പര്യം ഉണ്ടായിരുന്നില്ല. അയാൾ ശരിക്കും സ്ത്രീധനത്തിന് എതിരെയായിരുന്നു. അയാൾ വിവാഹം ചെയ്തിരിക്കുന്നത് മെലേവ എന്ന വ്യക്തിയെയാണ്, അല്ലാതെ മെലേവയുടെ പണത്തിനെയല്ല. ആ പണം വേണ്ട എന്ന് ഐൻസ്റ്റീൻ തീർത്തു പറഞ്ഞു. അപ്പോൾ മെലേവയ്ക്ക് പറയാനുണ്ടായിരുന്നത്, എന്തിനാണ് അത് അങ്ങനെ പറഞ്ഞത്? ആ പണം ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ജോലിക്ക് ഒരാളെ നിർത്താൻ സാധിക്കുമായിരുന്നല്ലോ. അപ്പോൾ ഐൻസ്റ്റീൻ ഒരു ആശയം പറഞ്ഞു, എൻ്റെ അമ്മയെ ഇവിടേക്ക് കൊണ്ടുവരാം, അമ്മ കുഞ്ഞിനെ നോക്കിക്കോളും, നമുക്ക് ഒരുമിച്ച് പിന്നീട് ഗവേഷണങ്ങൾ ചെയ്യാൻ സാധ്യമാകും. മെലേവയ്ക്ക് അത് ഒട്ടും സ്വീകാര്യമായിരുന്നില്ല. കാരണം ഐൻസ്റ്റീൻ്റെ അമ്മ ഒരു നികൃഷ്ട ജീവിയെ പോലെയാണ് മെലേവയെ കാണുന്നതെന്ന് മെലേവയ്ക്ക് വ്യക്തമായിട്ട് തന്നെ അറിയാമായിരുന്നു. ഐൻസ്റ്റീൻ അത് അവളോട് പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ്. പക്ഷേ അമ്മ ഒത്തിരി മാറിയിട്ടുണ്ടാകും. ഇപ്പോൾ കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ടില്ലേ, അച്ഛനില്ലാതെ അമ്മ അവിടെ ഒറ്റയ്ക്ക് തന്നെയാണ് കഴിയുന്നത്. അതുകൊണ്ട് അമ്മയ്ക്കിത് വലിയൊരു ആശ്വാസമായിരിക്കും, നമ്മൾക്കും ഇത് വലിയൊരു സഹായമായിരിക്കുമെന്നും ഐൻസ്റ്റീൻ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ഐൻസ്റ്റീൻ്റെ അമ്മ അവരോടൊപ്പം ഒരുമിച്ച് താമസം ആരംഭിക്കുകയാണ്. ആദ്യമൊക്കെ അടുക്കള കാര്യങ്ങളൊക്കെ സഹായിക്കുന്നുണ്ട്. എന്നാൽ പിന്നീട് ആ അമ്മയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് മെലേവയെ കൊണ്ട് ഓരോ ജോലികൾ ചെയ്യിപ്പിക്കുക എന്നതായി. എങ്ങനെ വിദഗ്ധമായിട്ട് പാചകം ചെയ്യാം, എങ്ങനെ കുഞ്ഞിനെ നോക്കാം, ആ കാര്യങ്ങൾ പഠിപ്പിക്കാനായിട്ട് അവർ മുതിരുകയാണ്. അപ്പോൾ മെലേവ അവരോട് പറയുന്നുണ്ട്, അമ്മയെ പ്രധാനമായിട്ടും ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ഞങ്ങളെ സഹായിക്കാൻ വേണ്ടിയാണ്. കാരണം ഐൻസ്റ്റീൻ ഒരു വലിയ ശാസ്ത്ര പ്രബന്ധം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും വലിയൊരു സഹായിയായി മാറുന്നത് ഈ മെലേവ തന്നെയാണ്. അതുകൊണ്ട് അമ്മ ഞങ്ങളെ ഈ കാര്യങ്ങളിലൊക്കെ സഹായിക്കുക, ഞാൻ ഐൻസ്റ്റീനെ
മാത്തമെറ്റിക്കൽ ഡെറിവേഷനിൽ സഹായിക്കുന്നതാണ്. അപ്പോൾ ഒരു പുച്ഛത്തോടു കൂടി തന്നെയാണ് അമ്മ മറുപടി പറയുന്നത്. നിൻ്റെ സഹായം ഒരിക്കലും ഐൻസ്റ്റീൻ ആവശ്യമില്ല. ഐൻസ്റ്റീന് ശരിക്കും എല്ലാ കാര്യങ്ങളിലും സഹായം ആവശ്യമുണ്ട്, പക്ഷേ മാത്സിലും സയൻസിലും അവന് ഒരാളുടെയും സഹായത്തിൻ്റെ ആവശ്യമില്ല. പിന്നെ സഹായിക്കാൻ നീ ആരാണ്? അവന് നല്ലൊരു ഡിഗ്രി ഉണ്ട്, പക്ഷേ നിനക്ക് ആ ഡിഗ്രി എഴുതിയെടുക്കാൻ പോലും സാധ്യമായിട്ടില്ല. അങ്ങനെയുള്ള നിൻ്റെ സഹായം എന്തിനാണ് ഐൻസ്റ്റീന്? നീ ഇവിടെ ചെയ്യേണ്ടത് ഐൻസ്റ്റീൻ്റെ കുഞ്ഞിനെ നോക്കുക, ഐൻസ്റ്റീന് ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കുക, അവൻ്റെ വസ്ത്രങ്ങൾ അലക്കി കൊടുക്കുക, അവനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. അത്രയും മാത്രം മതി. മെലേവയ്ക്ക് അത് സഹിക്കാൻ സാധിക്കുമായിരുന്നില്ല. ഈ കാര്യങ്ങളൊക്കെ ഒരു പരാതിയായിട്ട് മെലേവ ഐൻസ്റ്റീനോട് തന്നെ പറയുന്നുണ്ട്. പക്ഷേ നീ അമ്മയെ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. അമ്മ ഇങ്ങനെ പല കാര്യങ്ങളുമൊക്കെ പറയും, അത് ഗവനിക്കേണ്ട. എൻ്റെ ശാസ്ത്ര പ്രബന്ധങ്ങളിൽ നിൻ്റെ കോൺട്രിബ്യൂഷൻ അമൂല്യമാണ്, നീ വലിയൊരു പങ്ക് തന്നെ വഹിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് ഐൻസ്റ്റീൻ അവളെ ആശ്വസിക്കാൻ ശ്രമിക്കുകയാണ്. ഈ വഴക്കുകളുടെയൊക്കെ ഇടയിൽ അവരുടെ രണ്ടാമത്തെ പേപ്പറും തയ്യാറായി. അത് അയച്ചു കൊടുക്കുകയും വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ശാസ്ത്ര ജേണലിൽ അത് പ്രസിദ്ധീകരിച്ച് വരികയും ചെയ്തു. അവർ വീണ്ടും കാത്തിരിക്കാൻ തുടങ്ങി. പക്ഷേ അപ്പോഴും ഒരു റെസ്പോൺസ് പോലും അവർക്ക് ലഭിക്കുന്നുണ്ടായിരുന്നില്ല. ആരും ഇതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. പക്ഷേ കണ്ടെത്തിയിരിക്കുന്നത് വലിയൊരു കണ്ടെത്തൽ തന്നെയാണ്. മോളിക്യൂൾസിനെ ശാസ്ത്രീയമായിട്ട് തെളിയിച്ചിരിക്കുന്നു. മോളിക്യൂൾസ് ഉണ്ട് എന്നത് ഇനി യാഥാർത്ഥ്യമാണ്. വലിയൊരു കണ്ടെത്തൽ തന്നെ. പക്ഷേ ആരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റാതെ പോവുകയാണ് ഈ കണ്ടെത്തൽ. അതുകൊണ്ടൊന്നും തളരുന്നില്ല. അവർ മൂന്നാമതായിട്ട് മറ്റൊരു കണ്ടെത്തൽ കൂടി നടത്താൻ പോവുകയാണ്. മോളിക്യൂൾസിൻ്റെ ഇടയിലുള്ള ദൂരം മനസ്സിലാക്കുക. ബ്രൗണിയൻ മൂവ്മെൻറ്റിനെ ഇവിടേക്ക് കൊണ്ടുവരിക. ബ്രൗണിയൻ മൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിനെ നമ്മളൊരു ഫ്ലൂയിഡിലേക്ക് ഇടുകയാണെങ്കിൽ ആ വസ്തു കൃത്യമായിട്ട് ഒരേ പാതയിലൂടെ തന്നെ സഞ്ചരിക്കുന്നതല്ല. ഒരു ചെറിയ പാർട്ടിക്കിൾ നമ്മൾ ഇടുകയാണെങ്കിൽ ആ പാർട്ടിക്കിൾ പല ദിശയിലൂടെ സഞ്ചരിച്ച് പോകുന്നതാണ്. അതിൻ്റെ കാരണം അതിൻ്റെ ഉള്ളിലുള്ള മോളിക്യൂൾസിൻ്റെ സാന്നിധ്യമാണ്. ഇതാണ് ബ്രൗണിയൻ മോഷൻ അല്ലെങ്കിൽ സീഗ്സാഗ് മോഷൻ എന്ന് പറയുന്നത്. ഇതിലൂടെ നമുക്കൊരു കാര്യം തെളിയിക്കാനായിട്ട് സാധിക്കും. ഈ മോളിക്യൂൾസിൻ്റെ ഇടയിലുള്ള ദൂരത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. മോളിക്യൂൾസ് എത്രമാത്രം വേഗതയിലാണ് സഞ്ചരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധ്യമാകും. ഇതൊരു ശാസ്ത്ര പ്രബന്ധമാക്കാൻ തന്നെ അവർ തീരുമാനിച്ചു. അവർ രണ്ടുപേരും ഒരുമിച്ച് രാത്രിയിൽ ജോലി ചെയ്യുകയാണ്. അപ്പോഴാണ് കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുഞ്ഞിനെയും എടുത്തുകൊണ്ട് അവർ രണ്ടുപേരുടെയും അടുത്തേക്ക് ഐൻസ്റ്റീൻ്റെ അമ്മ എത്തിച്ചേരുന്നത്. കുഞ്ഞിൻ്റെ കരച്ചിൽ മാറുന്നില്ല. കുഞ്ഞിനെ എടുത്ത് എന്നെ സഹായിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് എത്തിച്ചേരുന്നത്. ഐൻസ്റ്റീന് നിൻ്റെ സഹായമൊന്നും ആവശ്യമില്ല, നീ എന്നെ സഹായിക്കുക, കുഞ്ഞിനെ നോക്കുക, കുഞ്ഞിനെ നോക്കുന്നതാണ് നിൻ്റെ ജോലിയെന്ന് ഐൻസ്റ്റീൻ കേൾക്കെ തന്നെ മെലേവയോട് പറയുന്നുണ്ട്. മെലേവ ആ സമയത്തൊക്കെ ഐൻസ്റ്റീനെ നോക്കുന്നുണ്ട്. ഐൻസ്റ്റീൻ അസ്വസ്ഥനാണ്. പക്ഷേ മുഖമുയർത്തി നോക്കാൻ പോലും അയാൾ കൂട്ടാക്കുന്നില്ല. ഇത്രയും പറഞ്ഞ് കുഞ്ഞിനെ അവളെ ഏൽപ്പിച്ചിട്ട് അമ്മ അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ മെലേവ പറയുന്നത്, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, പക്ഷേ എൻ്റെ മുഖത്തേക്കെങ്കിലും ആ സമയത്തൊന്ന് നോക്കാമായിരുന്നു. സ്നേഹത്തോടെയുള്ള ആ ഒരു നോട്ടമെങ്കിലും മതിയായിരുന്നു. ശരിക്കും ഞാൻ ഈ ജോലി ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ്, നിങ്ങളെ സഹായിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യുന്ന അത്രയും തന്നെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യം തന്നെയാണ് ഞാനും ചെയ്യുന്നത്. പക്ഷേ അതിനൊന്നും എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഐൻസ്റ്റീൻ പറഞ്ഞു, ഒരിക്കലും അമ്മയോട് തർക്കിക്കാൻ സാധിക്കുന്നതല്ല, അമ്മയെ അവഗണിക്കുക. അമ്മ പറയുന്നത് ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ കളയുക. അമ്മ ഇത്തരത്തിൽ ചില സമയങ്ങളിലൊക്കെ സംസാരിക്കുമെന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ അമ്മ നമുക്ക് അത്യാവശ്യമാണ്. അമ്മയും ഭാര്യയും തമ്മിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ കാരണം പലപ്പോഴായിട്ട് ഐൻസ്റ്റീൻ വീട്ടിലേക്ക് മടങ്ങി വരാതെയായി. അയാൾ ഓഫീസിൽ ഇരുന്നു കൊണ്ട് തന്നെ തൻ്റെ ഡെറിവേഷനുകളും ചെയ്യാൻ തുടങ്ങി. രാത്രികാലങ്ങളിൽ വീട്ടിൽ പോകാതെ അവിടെ തന്നെ ഇരുന്ന് പല ഡെറിവേഷൻസും എഴുതുകയാണ്. അപ്പോഴാണ് ആ പേറ്റന്റ് ഓഫീസിൽ തന്നെ ജോലി ചെയ്തുകൊണ്ടിരുന്ന തൻ്റെ സഹപാഠിയായ മക്കേല ഐൻസ്റ്റീനെ ശ്രദ്ധിക്കുന്നത്. ഐൻസ്റ്റീൻ രാത്രിയിലും അവിടെ തന്നെ ഉണ്ടായിരുന്നു എന്ന് അയാൾ മനസ്സിലാക്കി. മക്കേല വന്ന് കാര്യം എന്താണെന്ന് തിരക്കി. അപ്പോൾ ഐൻസ്റ്റീൻ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആ ചെറിയ ലഹളയെക്കുറിച്ചൊക്കെ പരാമർശിക്കുകയുണ്ടായി. പിന്നെ താൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഡെറിവേഷനെക്കുറിച്ചും തൻ്റെ കോൺസെപ്റ്റിനെ കുറിച്ചും ഒക്കെ പരാമർശിച്ചു. ഐൻസ്റ്റീൻ അവിടെ 3 ഡയമെൻഷനിലൂടെ മോളിക്യൂൾസിൻ്റെ വേഗത നിർണ്ണയിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അത് കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം മക്കേലയ്ക്ക് വ്യക്തമായി. അപ്പോഴാണ് മക്കേലയ്ക്ക് ഒരു കൺസെപ്റ്റ് ഉണ്ടാകുന്നത്. ഈ 3 ഡയമെൻഷനിലൂടെ കണ്ടെത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആകത്തേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് 1 ഡയമെൻഷനിൽ അത് കണ്ടെത്താൻ ശ്രമിക്കാം. ഐൻസ്റ്റീന് പെട്ടെന്നാണ് ആ ഒരു സ്പാർക്ക് ലഭ്യമായത്. പക്ഷേ അത് എങ്ങനെ മാത്തമെറ്റിക്കലി തെളിയിക്കുമെന്ന് ഐൻസ്റ്റീന് ധാരണയില്ല. മക്കേലയോട് തന്നെ ചോദിച്ചു, അത് മാത്തമെറ്റിക്കലി ഡിറൈവ് ചെയ്തെടുക്കാൻ നിനക്ക് സാധിക്കുമോ? മക്കേല പറഞ്ഞു, തീർച്ചയായിട്ടും ഞാനത് ചെയ്തു തരാം, നമുക്ക് ഒരുമിച്ച് അത് ചെയ്യാവുന്നതേ ഉള്ളൂ. എനിക്ക് ഇന്നത്തെ ഡിന്നർ നീ മേടിച്ച് തന്നാൽ മാത്രം മതി.
അങ്ങനെ അവർ രണ്ടുപേരും ജോലി തിരക്കുകളൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ഡെറിവേഷനിൽ ഏർപ്പെടുകയാണ്. അങ്ങനെ ഡെറൈവ് ചെയ്ത് അവർ ഒരു സംഖ്യയിലേക്ക് എത്തിച്ചേർന്നു. മോളിക്യൂളിൻ്റെ വേഗത അവർ കണക്ക് കൂട്ടി പറഞ്ഞു, 6 മൈക്രോൺ പെർ സെക്കൻഡ്. ഈ കണക്കുണ്ടെങ്കിൽ ആ രീതിയിൽ നമ്മുടെ മൈക്രോസ്കോപ്പ് നമ്മൾ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും മോളിക്യൂൾസിനെ നമുക്ക് കാണാൻ സാധിക്കും കണ്ണുകൾ കൊണ്ട് തന്നെ. അത് വലിയൊരു കണ്ടെത്തൽ തന്നെയാണ്. ആ കണ്ടെത്തൽ അവരൊരു ശാസ്ത്ര പ്രബന്ധമായി അയച്ചു കൊടുക്കുകയും അത് പബ്ലിഷ് ചെയ്ത് വരികയും ചെയ്തു. ആ വർഷം തന്നെ പബ്ലിഷ് ചെയ്യുന്ന 3ാമത്തെ പ്രബന്ധം. മെലേവ വെറുതെ ആ പേപ്പർ മറിച്ച് നോക്കുകയായിരുന്നു. അപ്പോൾ ആ പേപ്പറിൽ മക്കേലയുടെ പേര് പ്രത്യേകമായി പരാമർശിച്ചിരിക്കുന്നതായിട്ട് മെലേവ കാണുന്നുണ്ട്. മക്കേല വലിയ രീതിയിലുള്ള കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ടുണ്ട് എന്ന് അതിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പം മെലേവ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഇങ്ങനെ പേര് കൊടുത്തിരിക്കുന്നത്? ഐൻസ്റ്റീൻ പറഞ്ഞു, അത് അയാളുടെ വലിയ രീതിയിലുള്ള സഹായം അവിടെ ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ടാണ് എനിക്കത് യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചത്. മെലേവയ്ക്ക് അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലാകുന്നത്. ഈ വർഷം പ്രസിദ്ധീകരിച്ച 3 പേപ്പറിലും തൻ്റെ പേര് പരാമർശിച്ചിട്ടില്ല. മക്കേല തന്നേക്കാൾ ചെറിയൊരു കോൺട്രിബ്യൂഷനാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. പക്ഷേ മക്കേലയുടെ പേരുണ്ട്, തൻ്റെ പേരില്ല. ഐൻസ്റ്റീനോട് എന്തുകൊണ്ടാണ് തൻ്റെ പേര് വെക്കാത്തതെന്ന് ചോദിച്ചു. നമ്മൾ രണ്ടുപേരും ഒന്നാണ്, രണ്ടുപേരും ഐൻസ്റ്റീൻ തന്നെയാണ്. അതുകൊണ്ട് ഐൻസ്റ്റീൻ്റെ പേര് മാത്രം ഉള്ളെങ്കിൽ പോലും അതൊരു പ്രശ്നമായിട്ട് മാറുന്നില്ല. അതിൻ്റെ അർത്ഥം നീയും ഇതിലുണ്ട് എന്ന് തന്നെയാണ്, ഇതിൽ വേർതിരിവൊന്നുമില്ല എന്ന് ഐൻസ്റ്റീൻ പറഞ്ഞു. പക്ഷേ അതുകൊണ്ടൊന്നും മെലേവയെ സമാധാനിപ്പിക്കാൻ സാധിക്കുമായിരുന്നില്ല. അവൾക്ക് വലിയ നിരാശ തന്നെ തോന്നി. ഈ സമയം തന്നെ നമുക്ക് മേരി ക്യൂറിയെക്കുറിച്ചും പിയറി ക്യൂറിയെക്കുറിച്ചും ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അവർ രണ്ടുപേരും നടത്തിയിട്ടുള്ള ശാസ്ത്ര സംഭാവനയ്ക്ക്, അവരുടെ റേഡിയേഷൻ എന്ന ആ ഒരു കോൺസെപ്റ്റിന് വേണ്ടി, ആ ഒരു കണ്ടുപിടുത്തത്തിന് വേണ്ടി അവർക്ക് 1905 നൊബേൽ പുരസ്കാരം ലഭിക്കുകയുണ്ടായി. ആദ്യം അവാർഡ് കിട്ടുന്നത് പേരി ക്യൂറിക്കായിരുന്നു. പേരി ക്യൂറി പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്, തൻ്റെ ഈ കണ്ടെത്തൽ തൻ്റെ മാത്രം സംഭാവനയല്ല, താനും മേരിയും ഒന്നിച്ചു ചേർന്നിട്ടാണ് ഈ കണ്ടെത്തൽ നടപ്പിലാക്കിയത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് 2 പേർക്കും നൊബേൽ പുരസ്കാരം തന്നാൽ മാത്രമേ ഞാനത് സ്വീകരിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഇത് മടക്കി നൽകുകയാണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് പേരി ക്യൂറിക്കും മേരി ക്യൂറിക്കും ഒരുപോലെ തന്നെ നൊബേൽ പുരസ്കാരം ലഭ്യമായത്. തന്നോടൊപ്പം തന്നെ ഗവേഷണത്തിൽ ഏർപ്പെട്ട മേരി ക്യൂറിക്കും പുരസ്കാരം ലഭിക്കണമെന്ന് ശാഠ്യം പിടിച്ച പേരി ക്യൂറി ഒരു ഭാഗത്തും മറുഭാഗത്ത് ആൽബർട്ട് ഐൻസ്റ്റീനുമാണ്. മെലേവയ്ക്ക് നിരാശ തോന്നിയതിൽ നമുക്ക് അത്ഭുതമൊന്നും പറയാനില്ല. വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു കണ്ടെത്തൽ തന്നെ ആയിരുന്നു ഇതും. പക്ഷേ ഇതിനും വലിയ രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കാൻ സാധിച്ചില്ല. ആരും തന്നെ ഐൻസ്റ്റീനെ അന്വേഷിച്ചു വരികയോ കത്തുകൾ അയക്കുകയോ ചെയ്തിട്ടില്ല. വലിയ നിരാശ തന്നെയാണ് ഐൻസ്റ്റീനെ ബാധിച്ചത്. പക്ഷേ 4ാമതായി അവർ മറ്റൊരു പേപ്പർ കൂടി എഴുതി. ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു പേപ്പർ. അത് ലോകം അംഗീകരിക്കുക തന്നെ ചെയ്തു. ആളുകൾ അത്ഭുതത്തോടു കൂടി തന്നെയാണ് ആ ഒരു ജീനിയസിനെ അതിനുശേഷം നോക്കിക്കണ്ടത്. എന്തായിരുന്നു ആ കണ്ടെത്തൽ? എങ്ങനെയാണ് ആ കണ്ടെത്തലിലേക്ക് എത്തിച്ചേർന്നത്? അതിൽ മെലേവയ്ക്കുള്ള കോൺട്രിബ്യൂഷൻ എന്തുമാത്രമാണ്? അവരുടെ ദാമ്പത്യബന്ധം പിന്നീട് എങ്ങനെയാണ് കടന്നുപോയത്? അടുത്ത ഭാഗത്ത് നമുക്ക് വളരെ വിശദമായി തന്നെ ഈ കാര്യങ്ങൾ പരിശോധിക്കാം.